രഹബോത്ത് മിനിസ്ട്രി ഒരുക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനവുമായി ആയിരിക്കാൻ ഇഴയാകുന്ന അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഈ പ്ലാറ്റ്ഫോം എനിക്ക് സുപരിചിതമാണ്, അപരിചിതമല്ല. കർത്താവിന്റെ വചനവുമായി രണ്ടാം പ്രാവശ്യം ഇങ്ങനെ നിൽക്കുവാൻ ഒരവസരം ദൈവം തന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹിക്കപ്പെട്ട ചുമതല വഹിക്കുന്ന, ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസി ജിസി അവറുകൾ, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ എന്നും മുഴങ്ങാതെ കയറുന്ന പ്രിയ കർത്തദാസിമാര്, സഹോദരിമാര്, എല്ലാവർക്കും ഈ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാ. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലവും ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാ, നാം വിചാരിക്കുമ്പോൾ ഓർക്കും ഇതൊരു സൂം പ്ലാറ്റ്ഫോം അല്ലേ, തമ്മിൽ കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ, കിലോമീറ്ററുകൾക്ക് അകലെ ഇരുന്ന് വിവിധ നാടുകളിൽ ഇരുന്ന് രാജ്യങ്ങളിൽ ഇരുന്നാണല്ലോ കേൾക്കുന്നത്, തമ്മിൽ കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു അകച്ചിന്ത, ഒരു ഉൾച്ചിന്ത നമ്മുടെ ഉള്ളിനകത്തുണ്ടാകും. പക്ഷേ നമ്മെ എല്ലാവരെയും കാണുകയും അറിയുകയും ഒരേ സമയം തന്നെ പ്രിയ ജിസി ആന്റീനെ കാണുന്ന അതേ സമയം തന്നെ എന്നെ കാണുന്ന, അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്ന, അറിയുന്ന വലിയവനായ ഒരു ദൈവം ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ ജീവിതത്തിനകത്തേക്ക് ഞാനിരിക്കുന്ന മുറിയിൽ, ഞാനിരിക്കുന്ന കസേരയിൽ, പായയിൽ, എന്റെ ബെഡിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഞാൻ ഈ മെസ്സേജ് കേൾക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ കരം എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ജെയിമി സിസ്റ്റർ പറഞ്ഞത് കൊണ്ടാവരുത്, ഹല്ലേലൂയ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും നാം പാഴാക്കി കളയരുത് പ്രിയരെ. ഹല്ലേലൂയ. ഓരോ ദിനവും നമ്മെ ഹല്ലേലൂയ അതിശയകരമായി, അത്ഭുതകരമായി വിടുവിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. അല്പസമയം വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടത്ത് നിന്ന് വളരെ പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തോടെ, അന്തരീക്ഷത്തോടെ ആയിരിക്കണമേ. സ്വർഗീയ പിതാവ്, ഈ നല്ല വേളയ്ക്കായി നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിനെ അങ്ങനെ കരങ്ങളിലേക്ക് അർപ്പിച്ചു തരികയും അതാ അല്പനേരം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി അനുഗ്രഹമായി, വിടുതലായി തീരുവാൻ ഇടയാകുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പേരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാ, ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. സാങ്കേതിക വിദ്യയുടെ എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ലഭ്യമാക്കിയല്ലോ. തുടർന്നും അതിന് യാതൊരു കണക്ഷൻ കട്ടുമില്ലാതെ എന്റെ ദൈവം അത് കൊണ്ടുപോകുമാറാകണമേ. ആദിയോടന്തം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഭരിക്കണമേ. അടിയനെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണമേ. അപ്പാ, കുറവുള്ളവളാ, ബലഹീനതകൾ ഉള്ളവരാ, പക്ഷെ അതിൽ ഹാലിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം ക്രിയ ചെയ്യപ്പെടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അഭിഷേകം ചെയ്യുമാറാകണമേ. ഹാലേലൂയ. ദാവീദിന്റെ മേൽ പകർന്നതുപോലെ ഹാലേലൂയ സാധ്യതയില്ലെന്നും ഹാലിൽ അവസരമില്ലെന്നും യോഗ്യതയില്ലെന്നും പറഞ്ഞ സ്ഥാനത്ത് പകർന്ന അഭിഷേകത്തിന്റെ കര ഇന്ന് രാത്രിയിലും പകരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി കാണുവാൻ സാധിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ ആന്റി ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2.5 മാസം പിന്നിടുന്നു. കർത്താവിന്റെ ദാസിനെ ഓർത്ത് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു മിനിസ്ട്രിയാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, അതിന്റെ മറുപടി കണ്ണാലെ കാണിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഏത് വിഷയമായിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് ചില കാര്യങ്ങൾ കേൾവിയാലാകാം, ചിലത് ഹാലേലൂയ കാഴ്ചയാലും വിശ്വാസത്താലും എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കേട്ട് നാം അതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കും, ചിലത് നാം കണ്ണുകൊണ്ട് തന്നെ കാണും, അതോടൊപ്പം തന്നെ ചെവി കൊണ്ട് നാം കേൾക്കും. ആമേൻ. അതുപോലെ എല്ലാ വിഷയങ്ങൾക്കകത്തും മറുപടി തരുവാൻ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണല്ലോ. ഈ മീറ്റിംഗിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്, ഉറങ്ങുന്നവരെ ഉണരുക, സമയം അടുത്തു. വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാ പ്രിയ ദേവദാസിയും അതിന്റെ അഡ്മിൻ പാനലും ഇതിന്റെ മെയിൻ സന്ദേശമായിട്ട് മുഖമുദ്രയായിട്ട് കൊടുത്തിരിക്കുന്ന വാചകം, ഉറങ്ങുന്നവരെ ഉണരുക, സമയം അടുത്തു.
അപ്പോൾ വളരെ ഒരു ആഹ്വാനം നൽകുന്ന, എന്തിനോ വേണ്ടി, എന്തിനോ ഒന്ന് റെഡിയാകാൻ, ഒരു റെഡിനെസ് ഉണ്ടാകുവാനായിട്ട്, ഒരു ഒരുക്കം ഉണ്ടാകുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനം. ഇത് പ്രായഭേദമന്യേ ഒരുപോലെ പകരപ്പെടുന്ന ഒരു വാചകമാണ്. ഇത് ഇന്ന പ്രായക്കാരോടെന്ന് ആ വാചകത്തിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഏത് പ്രായക്കാരിലേക്കും ഒരേപോലെ ആ ഡെപ്ത്, ആ വാചകത്തിന്റെ ആഴം പകർന്ന് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു റെഡിനെസ്സിന് വേണ്ടി, ഒരു ഒരുക്കത്തിന് വേണ്ടി നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് നാം ആ ഹെഡ്ലൈനിൽ തന്നെ നമുക്ക് ആ പോസ്റ്ററിൽ കാണുവാൻ സാധിച്ചല്ലോ. അതിനോട് ചേർന്ന് നിന്ന് തന്നെ അതിന്റെ ആ ഒരു തീവ്രത ഒട്ടും ചോരാതെ തന്നെ ദൈവാത്മാവ് എന്നെ ഉണർത്തിച്ച 1, 2, 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ എന്റെ സമയപരിധിക്കുള്ളിൽ നിന്ന് തന്നെ ഞാൻ ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. അതിനാധാരമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 37-ാമത് വാക്യം. ഒരാളൊന്ന് വേഗത്തിൽ വായിക്കണമേ. മർക്കോസ് 13-ന്റെ 37-ാമത് വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. താങ്ക് യു ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. അപ്പൊ ഉണർന്നിരിക്കുക എന്നുള്ളതിന് വലിയൊരു ആഹ്വാനം നൽകുന്ന ഒരു വേദ ശകലമാണല്ലോ നാം വായിച്ചു കേൾക്കുവാൻ ഇടയായത്. ഇവിടെ ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ അവതരിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. ആ ഉപമ എന്താന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാമല്ലോ. പ്രധാനമായിട്ട് ഒരു 3 കാര്യങ്ങളാണ് ഞാൻ എന്റെ സന്ദേശത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. 1, ഉണരുവാനുള്ള ഒരു ആഹ്വാനം. 2, ഉണർത്തുന്ന കർത്താവ് അല്ലെങ്കിൽ ഉണരുന്ന കർത്താവ്. 3, നമ്മുടെ ഉയർത്തുന്ന ദൈവം. ഒന്ന് ക്ലാരിറ്റിയോടെ ഒന്നും കൂടെ പറഞ്ഞു തരാം. 1, ഉണരുവാനുള്ള ആഹ്വാനം. 2, ഉണരുന്ന കർത്താവ്. 3, ഉയർത്തുന്ന ദൈവം. ഒന്നാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് ഉണരുവാൻ ഉള്ള ആഹ്വാനമാണ്. ഇന്ന് ഉണരുക എന്ന് പറയുമ്പോൾ തന്നെ നാം ആക്ഷരികമായ അർത്ഥത്തിലേക്ക് നാം വരുമ്പോൾ നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഉറങ്ങുന്ന ഒരാളെയാ നമുക്ക് ഉണർത്തേണ്ടതുള്ളൂ, അല്ലെ? ഉറങ്ങുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ ആണെങ്കിൽ രാവിലെ കാലങ്ങളിൽ നാം വിളിച്ച് ഉണർത്താറുണ്ട്, അല്ലെ? അവർക്ക് സ്കൂളിൽ പോകുവാൻ, അവരുടെ കാര്യാദികളെ വേഗത്തിൽ ചെയ്യുവാൻ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ ഒക്കെ നാം ആ ഒരു ഒരുക്കത്തിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ എന്നുമുള്ള കാര്യങ്ങൾ എന്ന പോലെ നാം ഉണർത്താറുണ്ട്. അപ്പോൾ ഒരു ഉറക്കം വരുമ്പോഴാണ് ആ ഒരു ഉണരേണ്ട ആവശ്യകത ഉള്ളത്. ഇവിടെ നാം ഒരു ഉപമ പഠിക്കുന്നത് ഇങ്ങനെയാ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുകയാ. അപ്പോൾ തന്റെ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പീൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ഉപമാഭാഗമാ നാം വായിക്കുന്നത്. അപ്പോൾ യജമാനൻ വരുമ്പോൾ നാം വിശ്വസ്തയോടെ ജോലി ചെയ്തു, ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയോടെ നിർവഹിച്ചു എന്ന് കാണണമെങ്കിൽ ആ കാവൽക്കാരായി ഉണർന്നു തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അതിന്മേൽ ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും യജമാനൻ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് അലേർട്ടാണ്, ഞങ്ങൾ ജാഗരൂകരായിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത് എന്ന് യജമാനന് ബോധ്യപ്പെടണമെങ്കിൽ അതിൽ പൂർണ്ണ ശ്രദ്ധാലുക്കളായി ഉണർന്നു തന്നെ ഇരിക്കണം. ഇതാണ് ആ ഉപമാഭാഗത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇവിടെ യേശു കർത്താവ് പറയുന്ന അവസാന ഭാഗമാണ് നാം കുറിവാക്യമായി വായിച്ചു കേൾക്കുവാൻ ഇടയായത്. എന്താണ് ആ ഭാഗം? ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഇവിടെ വീണ്ടും നാം ചിന്തിക്കുന്ന ഒരു വസ്തുതയാ, എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം ഉണർന്നിരിപ്പീൻ. യേശു കർത്താവ് എന്തിനായിരിക്കാം ഇങ്ങനെ ആ ഉപമയിലൂടെ ഉണർന്നിരിപ്പാൻ വലിയൊരു ആഹ്വാനം നമുക്ക് വേണ്ടി പകർന്നു തന്നത്? അപ്പോൾ ഉറങ്ങിയിരുന്നാൽ ചില സംഗതികളൊക്കെ പ്രാപിക്കുവാൻ സാധിക്കാതെ വരും, അല്ലെ? അപ്പോൾ ഉറങ്ങിയിരുന്ന ചിലതൊക്കെ പിശാച് അടിമത്തത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രികാല രഹബോത്ത് മിനിസ്ട്രിയോട് പ്രാരംഭത്തിൽ തന്നെ ദൈവാത്മാവ് ഉണർത്തുകയാ, എപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുക, എപ്പോഴും ജാഗരൂകമായി ഇരിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെ നാം ഒരു പ്ലാറ്റ്ഫോം, ഒരു ആരാധനയുടെ അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോൾ മാത്രമല്ല ശ്രദ്ധയോടെ ഇരിക്കേണ്ടത്, ഹൃദയം ദൈവസന്നിധിയിൽ പകരേണ്ടത്.
നാം യാത്ര ചെയ്യുമ്പോൾ, നാം നമ്മുടെ അടുക്കളയിൽ ജോലികളെ ചെയ്യുമ്പോൾ, നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം നമ്മുടെ ജോലിക്ക് കടന്നു പോകുന്ന സമയത്ത്, നാം എന്ത് കാര്യാദികൾ ചെയ്യുന്ന സമയത്തും എപ്പോഴും ഒരു ജാഗരൂകരായിരിക്കണം. എന്താണെന്നറിയാമോ? പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അല്ലെങ്കിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊടാടി നടക്കുന്നുണ്ട്. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഉണർന്നിരിക്കാൻ പറയുന്നത്? ഉറങ്ങിയിരുന്ന ചില സംഗതികളൊന്നും കാണാൻ സാധിക്കത്തില്ല. പുറത്തെന്താ നടക്കുന്നേ, സമൂഹത്തിൽ എന്താ നടക്കുന്നേ, കൂട്ടത്തിൽ എന്താ നടക്കുന്നേ, ചുറ്റുപാട് എന്താ നടക്കുന്നേ തുടങ്ങിയ സംഗതികളൊന്നും കാണാൻ കഴിയത്തില്ല. അപ്പോൾ അത് കാണണമെങ്കിലോ ജാഗരൂകമായിരിക്കണം, അലേർട്ടായിരിക്കണം എന്ന് വലിയൊരു ആഹ്വാനം ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് പകർന്നു തരിക. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള മറ്റൊരു ഭാഗത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുകയാ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഇവിടെ ഉണരുവാനുള്ള ആഹ്വാനം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ, അല്ലെങ്കിൽ മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു 10 കന്യകമാരുടെ ഒരു ഉപമയെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിൽ തന്നെ കന്യകമാര് 10 പേരെ നമുക്ക് 2 ഗ്രൂപ്പായി തരംതിരിക്കാം. ഒന്ന് 5 പേര് ബുദ്ധി ഉള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. ഈ ഭാഗത്തിൽ നിന്നൊക്കെ ഒരു PhD എന്ന പോലെ ധാരാളം സന്ദേശങ്ങൾ കേട്ടവരാ എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ എന്നിൽ ദൈവാത്മാവ് പകർന്ന ഒരു ചെറിയ സന്ദേശം അതിനകത്തൂടെ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. ഈ ബുദ്ധിയില്ലാത്തവർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ എന്താ പറയാ, വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. എന്നാൽ ബുദ്ധിയുള്ളവരോ വിളക്കെടുത്തപ്പോൾ അപ്പോൾ തന്നെ കൂടെ ഒരു പാത്രത്തിനകത്ത് എണ്ണയും കരുതിയിരുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇതുപോലെ ഒരു വരവേൽപ്പിനായി കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം നാളെ ഒരു കാര്യത്തിനായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു, അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചില ഒരുക്കങ്ങളുണ്ട്, അല്ലെ? നമുക്കറിയാം, ഒരു യാത്ര പോകുമ്പോൾ നാം ഒരുങ്ങും, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരെ നാം ഒരുക്കും. അപ്പോൾ ഒരുക്കവും തന്നെത്താനുള്ള ഒരുക്കവും ഒരുക്കിപ്പീരും എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലെ? അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നാം ചില കാര്യങ്ങൾ കരുതുകയാണ്, അല്ലെ? ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നാം നമ്മുടെ പാഥേയം, പൊതിച്ചോറ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് പോലെ, അല്ലെ? നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളോ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്താ ആവശ്യമുള്ളത് അതൊക്കെ ആ യാത്രയ്ക്ക് വേണ്ടി കരുതുന്നത് പോലെ ചില ഒരുക്കങ്ങൾ നമുക്കുണ്ടല്ലോ. ഇവിടെ കന്യകമാര് 10 പേരാ ഒന്നിച്ചു പുറപ്പെട്ടെ. എന്നാൽ 5 പേരുടെ ബുദ്ധിയുടെ അളവ് എത്രത്തോളം ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലാകും. മറ്റേ 5 പേരുടെ ബുദ്ധിയുടെ അളവുകോൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. വിളക്കെടുക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ എണ്ണ കുറഞ്ഞു പോകും, അപ്പോൾ തിരി കെട്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ 5 കന്യകമാർ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വിളക്ക് എടുത്തപ്പോൾ ആ കൂടെ ഒരു പാത്രത്തിനകത്ത് എണ്ണ കരുതുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഒരു ചെറിയ ഉപമയായിരിക്കാം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായ ഒരു ഉപമാവാചകമായിരിക്കാം ഇത്. പക്ഷെ വലിയൊരു ഡെപ്തിൽ ഒരു സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മണവാളനെ എതിരേൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ. അത് ചില ഒരുക്കപ്പെട്ട, പ്രിയ ആന്റി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, എത്ര പേര് നിത്യതയ്ക്ക് അവകാശികളായി തീരും എന്നുള്ള കാര്യം ചിന്തനീയമാണ്. എത്ര പേര് വിളിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാ. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ ഒരുപാട് പേരാണ്, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാ. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് നാം പോകണമെങ്കിൽ ഇതുപോലെ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ചില ബുദ്ധിയോടെ ചില കാര്യങ്ങൾ, ചില കരുതലുകൾ നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ടിയിരിക്കുന്നു. നാമും നമ്മുടെ അരുമമണാളനായ യേശു കർത്താവിന്റെ 2ാമത് ആഗമനത്തിന് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരുക്കത്തിന്, അല്ലെങ്കിൽ ആ മണവാളനെ എതിരേൽക്കാൻ, അല്ലെങ്കിൽ എടുക്കപ്പെടുവാൻ ചില കാര്യങ്ങൾ ഇതുപോലെ പാഥേയമായി, അല്ലെ വഴിയാത്രയിൽ കൊണ്ടുപോകുവാൻ, അല്ലെ കരുതുവാൻ ചില സംഗതികൾ നമുക്ക് വേണം. പാത്രത്തിനകത്ത് എണ്ണ കരുതിയ സഹോദരിമാരെ പോലെ എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, ദൈവജനമേ, ഹല്ലേലൂയ,
ഞാൻ ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ഒപ്പം തന്നെ പോകുവാൻ ഈ 10 പേര് കാണും കേട്ടോ. ഈ 10 പേരെന്ന് പറയുന്നത് പല സ്വഭാവക്കാരും പലതരത്തിലുള്ളവരുമാകാം. നാം മറ്റുള്ളവരെ നോക്കണ്ട, നമുക്ക് കരുതുവാനും നമുക്ക് ശേഖരിക്കുവാനും വിളിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ നോക്കണ്ട. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവാത്മാവിനോട് ഇങ്ങനെയാ പറയുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള 9 പേരെ നോക്കുവാൻ ദയവ് ചെയ്ത് പോകരുത്. ആമേൻ. ഹല്ലേലൂയ. അവര് എങ്ങനെയുള്ളവരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ വിളക്കുണ്ട്, നിങ്ങൾക്ക് എണ്ണ എടുക്കണമെന്ന് ബുദ്ധിയുമുണ്ട്, അത് പാത്രത്തിനകത്ത് അത് തുളുമ്പിപ്പോകാതെ ശേഖരിച്ച് കൊണ്ടുപോകണമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതുമാത്രം ചെയ്യുക. അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ച് ഓർത്ത് വിലപിക്കാനോ അല്ലെങ്കിൽ അതിനല്ല അവിടെ പോകേണ്ടത്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവർ എന്ത് വിചാരിക്കും, അല്ലെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ മടികൂടാതെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ ലജ്ജ കൂടാതെ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അവരെന്നെ പറ്റി എന്താ വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഹല്ലേലൂയ, മറ്റുള്ളവര് വിലയിരുത്തുന്നതല്ല കേട്ടോ നമ്മുടെ ഹല്ലേലൂയ ജീവിതം. നമ്മെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നമ്മെ തിരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ, ആ കർത്താവിനെ എതിരേൽക്കുവാൻ അല്ലെങ്കിൽ ആ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കയാത്രയിലാണ് നാം ഉള്ളതെങ്കിൽ, ഹല്ലേലൂയ, നമ്മോട് ചോദിക്കുന്നത് ദൈവമാണ്, അല്ലാതെ മനുഷ്യനെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ആരോടോ ദൈവദാസിമാരുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിയായി കൊതിക്കുന്ന ചില ഹൃദയങ്ങളോടുള്ള ദൂതാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പേടിക്കരുത്, സംശയിക്കരുത്, അധൈര്യപ്പെടരുത്. മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ. നിങ്ങളുടെ കയ്യിൽ ഒരു വിളക്കില്ലേ? അതിനകത്ത് ഹല്ലേലൂയ പകരുവാനായിട്ടുള്ള എണ്ണ നിങ്ങളുടെ കൈവശമില്ലേ? ഉണ്ടെങ്കിൽ അതിനെ മുന്നോടിയായി പിടിച്ചുകൊണ്ട്, ആ വിളക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകുക. ഹല്ലേലൂയ. ആ വിളക്കിന്റെ ശക്തി അറിഞ്ഞ്, അതിന്റെ പവർ അറിഞ്ഞ്, ഹല്ലേലൂയ, അതിന്റെ പ്രകാശം അറിഞ്ഞ്, അല്ലെങ്കിൽ ഈ പിന്നോട്ട് വലിച്ച കുറെ പേരില്ലേ, പിന്നോട്ട് ഉന്തിത്തിരിഞ്ഞ് ഹല്ലേലൂയ ഉണർന്ന് നാം പോയപ്പോൾ, ഉണർന്നിരുന്നപ്പോൾ, ജാഗരൂകമായി ഇരുന്നപ്പോൾ, അലേർട്ടായിരുന്നപ്പോൾ ഹല്ലേലൂയ കളിയാക്കിയവരും, നിനക്ക് ഉറക്കമില്ലേ, നീ എന്തിനെ എപ്പോഴും ഇങ്ങനെ ഉണർന്നിരുന്ന ഉത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ കാര്യാദികളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഇതിൽ നിന്ന് നിനക്ക് എന്ത് ബെനഫിറ്റാ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചവര് പുറകെ വരുന്ന നിലവാരത്തിൽ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ആ വിളക്കുമായി എണ്ണയും കരുതി ഹല്ലേലൂയ പോകുവാൻ നമുക്കൊരു സന്നദ്ധത, ഒരു റെഡിനെസ് ഉണ്ടായിരിക്കണം. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന ദൂതിന്റെ ആശയം എത്രത്തോളം ഉണ്ടെന്ന്? ഹല്ലേലൂയ. അങ്ങനെ പോകുവാനായിട്ട് ഹല്ലേലൂയ ഒരു റെഡിനെസ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ റെഡിനെസ്സിനെ മാനിക്കുന്ന ഒരു ദൈവകരം ഹല്ലേലൂയ നമുക്ക് വേണ്ടിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ അതിന്റെ 39 മുതലുള്ള ഭാഗങ്ങൾ നാം വായിച്ചു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവിടെ ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാ, പിതാവേ, 42-ാം വാക്യം, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്തിൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പി. നോക്കണമേ, ആദ്യം നാം കണ്ട വസ്തുത ഒരു കാവൽക്കാരെ പോലെ ഉണർന്നിരിക്കണം, ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യജമാനൻ വരുമ്പോൾ നാം അശ്രദ്ധരായിരുന്നു എന്ന് കാണുവാൻ ഇടവരുത്തരുത് എന്നൊരു ഭാഗമാണ് നാം പരിചയപ്പെട്ടത്. രണ്ടാമതായി കന്യകമാരുടെ ജീവിതത്തിൽ നിന്ന്, ആ ഉപമയിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മെ ഏൽപ്പിച്ച വിളക്കുമായി അതിൽ എണ്ണയുണ്ടെങ്കിൽ അത് പകർന്ന് മുമ്പിലേക്ക് നാം പോകുക, ഒരുക്കത്തോടെ പോകുക. ആ പ്രകാശത്തിൽ അനേകരെ ദൈവം നമ്മോടൊപ്പം തന്നെ വഴികാട്ടികളാക്കി, അല്ലെങ്കിൽ ആ വഴിയിൽ സഞ്ചരിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി നൽകി തരും. പക്ഷെ ഉണർന്നു പോകുവാൻ ഒരു റെഡിനെസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കരുതുവാൻ ഒരു റെഡിനെസ് ആ യാത്രയിൽ നമുക്കുണ്ടായിരിക്കണം. മൂന്നാമതായി നാം ഒരു വ്യത്യസ്ത ഭാഗമാ നോക്കുവാനിടയായി തീരുന്നത്, ഇവിടെ ശിഷ്യന്മാരോട് വളരെ താക്കീതോട് കൂടെ തന്നെ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമാ നാം ഇവിടെ വായിക്കുവാൻ ഇടയായത്. എന്താ നാം വായിച്ചത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുവാനിടയായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശിഷ്യന്മാര്
അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്. ഹല്ലേലൂയ. നോക്കണമേ, ആ വാക്യം വളരെ ശ്രദ്ധനീയമാ, ചിന്തനീയമായ ഒരു വാക്യമാ. അവർ വിഷാദത്താൽ ഉറങ്ങുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകും, തന്നിൽ നിന്ന് കർത്താവ് അകന്നു പോകും, ഇനി ഈ ഭൂമിയിലെ ഒരു യേശു കർത്താവിനോടൊപ്പമുള്ള പരസ്യ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ആ സാമീപ്യം ഒന്നും ഇല്ല. അവർ വളരെ വിഷാദത്തോടു കൂടി അവരുടെ ഉള്ളിലായിരിക്കുന്നത്. പക്ഷേ അവരുടെ വിഷാദം ഒന്നും അല്ല അവിടെ നോക്കുന്നത്. യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗം, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഉറങ്ങുന്ന ശിഷ്യന്മാരെ കണ്ട് ഉണർത്തി അവരോട് പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. ഇന്ന് രാത്രി മിനിസ്ട്രിയിലുള്ള ഗ്രൂപ്പിനകത്തുള്ള ദൈവമക്കളോട് ദൈവാത്മാവിൽ ഒരു കാര്യം പറയട്ടെ. നാം ഓർക്കരുത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, ഞാനിപ്പോ സേഫ് സോണിൽ, ആന്റി പറഞ്ഞതുപോലെ നാം ഇപ്പൊ സേഫ് സോണിലാണ് ഇരിക്കുന്നത്, കഴിഞ്ഞു കാര്യങ്ങൾ, രക്ഷപ്പെട്ടു കാര്യങ്ങൾ, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വിജയിച്ചു എന്നൊന്നും നാം ചിന്തിക്കരുത്. എപ്പോഴും നാം അലേർട്ട് ആയിരിക്കണം, ജാഗരൂകരായിരിക്കണം. പരീക്ഷകളിൽ, പ്രലോഭനങ്ങളിൽ നാം അകപ്പെട്ടു പോകരുത്. ചിന്തകളാലും മറ്റുള്ള അസ്വസ്ഥതകളാലും രോഗങ്ങളാലും പ്രലോഭനങ്ങളാലും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ശത്രു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകരുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ ഇടയായി തീരും കേട്ടോ. അവിടെ ഉറങ്ങിയ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകും. അല്ലെങ്കിൽ എപ്പോഴും ഒരു അലേർട്ടോടെ, എപ്പോഴും ഒരു ജാഗരൂകമായി ഇരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ, അവിടെ ആ പരീക്ഷയ്ക്കകത്ത് നിന്ന് തന്നെ ഒരു പോക്കുവഴി കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നൊന്ന് പറയട്ടെ ദൈവമക്കളെ. ഒരുപാട് അപകടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹന അപകടങ്ങളിൽ സ്ഥാനത്ത് ആ സന്ദർഭത്തിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വാഹനയാത്രയിലൊക്കെ പോയ സമയത്ത്, പകൽവേളകളിലൊക്കെ എന്റെ കോളേജ് പഠനകാലം ആ സമയത്തൊക്കെ ദൈവാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, പകൽവേളകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ പല അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച സാക്ഷ്യങ്ങൾ അവർ വന്ന് പറയാറുണ്ട്. അപ്പോ അവർ ആ സംഭവം നടക്കുന്ന സമയവും ഞാൻ പ്രാർത്ഥിച്ച സമയവും സെയിം ആയിരുന്നു. അപ്പൊ നോക്കണമേ, എത്രയോ ഹല്ലേലൂയ, നമ്മെ പറ്റി എത്ര കൺസേൺ ഉള്ള, പരിഗണനയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ചില സമയത്തൊക്കെ നമുക്ക് ചില അലേർട്ട് തരുമ്പോ, ഹല്ലേലൂയ, ചില കാര്യങ്ങളെ ഉണർന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് പറയുമ്പോ, അയ്യോ കർത്താവേ എനിക്ക് ഉറക്കം വരുന്നു, നല്ല ക്ഷീണമുണ്ട്, നല്ല പകലിൽ അധ്വാനമായിരുന്നു, എനിക്കറിയില്ല ആരോടൊക്കെയോ സംസാരിക്കുന്നു ദൈവാത്മാവ്, എനിക്ക് കഴിയത്തില്ല, ഒരു അല്പസമയം ഞാൻ കടക്കുവാൻ ക്ഷീണിതയാണ്. അരുത്, അത് നിർത്ത്. നിങ്ങൾ ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ ആ ഒരു മിനിറ്റിലും വിലയുണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാ. റബാര ഹസ്തം രഗ ശേരി റഗാനഘടകെ, ഒരു മിനിറ്റിനകത്ത് നിന്ന് തന്നെ, ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആമേൻ. ആ ഒരു മിനിറ്റിന് വിലയുണ്ട് കേട്ടോ. നാം പലപ്പോഴും പാഴാക്കി കളയും. ക്ഷീണമാ, എനിക്ക് എന്റെ കാര്യാദികൾ ചെയ്യുവാനുണ്ട്, പല ചിന്തകളിട്ട് നാം അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോ, ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ഒന്ന് വിളിച്ചു പറയട്ടെ, ആ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്കൊന്ന്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ചില പരീക്ഷകളെ ഹല്ലേലൂയ അതിനെ ഡൈവേർട്ട് ചെയ്ത്, അതിനെ ദിശ തിരിച്ച്, അതിനെ വഴി തിരിച്ചു വിടുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അവര് വാഹനം ഓടിക്കുമ്പോൾ, ദൈവാത്മാവ് പറയും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരുടെ വാഹനങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് പറയുക. രഗാഹസ്തം രഗശേരേ രഗാനി ഘടകം വൈഡേ രഗന. ദൈവാത്മാവ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു മിനിറ്റിന് പോലും പ്രാധാന്യമുണ്ട്. ആ ഒരു മിനിറ്റിനകത്ത് ഉണരുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആ ക്ഷീണം മാറ്റി ഒന്ന് അലർട്ടായിരിക്കുവാൻ, ഒന്ന് ശ്രദ്ധയോടെ ആയിരിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, ആ ഒരു മിനിറ്റിന് ജീവന്റെ വിലയുണ്ടെന്ന് ദൈവാത്മാവ് പറയുക. ഹസ്തരേ ജഗ ശേരാ ലഗനഘടക വൈഡേ രകൾ ഗേരേ ഹസ്തരേ ജഗലഘടക. ചില പരീക്ഷണങ്ങളെ, ചില പരീക്ഷകളെ ഹല്ലേലൂയ ജയിക്കുവാനുള്ള വഴി സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരും. ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിൽ അവരുടെ മനസ്സിനെയും അവരുടെ ബുദ്ധിയെയും ഒക്കെ മരവിപ്പിച്ച്
മറ്റൊരു തലത്തിലാക്കി ഡൈവേർട്ട് ചെയ്ത് ഹല്ലേലൂയ ചില കുടുക്കുകളിൽ, ചില പ്രയാസങ്ങളിൽ, ചില പ്രതികൂലങ്ങളിൽ, ചില അപകടങ്ങൾക്കകത്ത് ഹല്ലേലൂയ അവരെ ആഴ്ന്നിറക്കുവാൻ പിശാച് നോക്കുന്നുണ്ടെന്ന് ഹല്ലേലൂയ ഈ മിനിസ്ട്രിയിൽ പ്രാർത്ഥിക്കുന്ന പേരോട് ചില ദൈവാത്മാവ് ആഹ്വാനം നൽകുകയാ. പ്രാർത്ഥിച്ച വിഷയത്തെ ജയമെടുക്കുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പിശാചിനുള്ളവരല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിനുള്ള കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. അസ്തേ ലഗശാരി ജഗമനഘടക റന്തി ലഗാനഘടക വൈഡേ രേഖ നന്മയുണ്ടാകും. ഹല്ലേലൂയ. പ്രോമിസിലേക്ക് കയറും. ഹല്ലേലൂയ. നേട്ടങ്ങൾ ഉണ്ടാകും, ഗുണങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇതുവരെ പോകുന്ന പാതയിൽ നിന്ന് ഹല്ലേലൂയ വ്യതിചലിച്ചാൽ അത് ആത്മാവിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വ്യതിചലിച്ചാൽ അനുഗ്രഹമാണ് എന്ന് അറിഞ്ഞിട്ട് അവരുടെ മനസ്സിനെ മറ്റൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയെ കെടുത്തി, ആത്മീയ ജീവിതത്തെ കെടുത്തി, ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തെ കെടുത്തി, മാതാപിതാക്കളോട് പോലും അനുസരണയില്ലാതെ അവരെ ധിക്കരിച്ചുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് ധിക്കരിച്ചു ഇറങ്ങിപ്പോകുന്ന ചില പൈതങ്ങളെ ദൈവാത്മാവിനെ കാണിക്കുകയാ. ഹസ്തേ ലഗ ശേരാജ മനഘടക രന്തി രാജ ലഗനെ ഘടകി രീതൽ ഘേരെ എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി. ഹല്ലേലൂയ കൂട്ടുകെട്ടുകൾ പലവിധം. പ്രഭാഹസ്തം രേഖ ഷാ രകാനഘടക രന്തി മനാലകൾ വൈഡ് രകൾ ഖേ രകാനഘടക യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ അടിമനുഖത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന ചിലതൊക്കെ ഇന്ന് രാത്രികാലം പുറത്തു വരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ. പ്രഭാഹസ്തം രകശേരി രകനഘടകി രന്ധാലക ശേരേ രകനഘടക പരീക്ഷകളിലും അകപ്പെടാതെ ചിലതിനെയൊക്കെ മോചിപ്പിക്കണമെങ്കിൽ ഉറക്കം മാറ്റി ഉണർന്നിരിക്കുവാൻ, ഒന്ന് എഴുന്നേൽക്കുവാൻ, ഒരു ശ്രദ്ധയോടെ ആയിരിക്കാൻ ചില പേരോടായി, ചില മാതാപിതാക്കളോടായി ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നോക്കണമേ. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവിനോട് ഒത്തിരി പ്രേരണ നൽകുകയാ. നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സഭ-ഹാളിൽ പോകുന്നുണ്ട്, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ ആക്റ്റീവാ. പക്ഷേ നാം വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് മറ്റൊരു മണ്ഡലം നമ്മുടെ കുഞ്ഞുങ്ങളെ അലട്ടുന്നുണ്ടെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. അല്ലെങ്കിൽ നാം കാണുന്ന ഒരു സൈഡുണ്ട്, എന്നാൽ നാം കാണാത്തൊരു വശവും അവരിലുണ്ട്. ആമേൻ. പ്രിയ ആന്റിക്ക് അത് മനസ്സിലായി. ഒരു വാദിക്കുന്ന ഒരു ആത്മാവ് ദൈവാത്മാവിനെ കാണിക്കുന്നത് ഇങ്ങനെ, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ആൺ തലമുറകളോടുള്ള ബന്ധത്തിൽ എഗനസ്റ്റ് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദൈവകാര്യങ്ങളെ പറയുമ്പോൾ അത് അനുസരിക്കാതെ അതിനോട് എതിർത്ത് നിന്ന് വാദിക്കുന്ന ചില അല്ലെങ്കിൽ ദുഷ്ടപിശാചിന മണ്ഡലങ്ങൾ ചില കുഞ്ഞുങ്ങളിലുണ്ട്. ഇന്ന് രാത്രി മാതാപിതാക്കളെ നിങ്ങൾ അറിഞ്ഞു പ്രാർത്ഥിക്കുമെങ്കിൽ അതിനെ പരിഹരിച്ചു തരുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, എന്റെ കുടുംബത്തിലില്ലല്ലോ, പക്ഷേ നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ നിങ്ങളുടെ പരിചയത്തിലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്റേതെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. വലിയൊരു നിയോഗമാ, വലിയൊരു ദൗത്യമാ ദൈവം നമ്മെ ഭാരമേൽപ്പിച്ചിരിക്കുന്നത്. അത് മറന്നു പോകരുത്. പലപ്പോഴും ചില കാര്യങ്ങൾ, ചില ദൂതുകൾ, ആലോചനകൾ പറയുമ്പോൾ എന്റേതല്ലല്ലോ, എന്റെ വിഷയം അല്ലല്ലോ പറയുന്നത്, എന്റെ വീട്ടിലെ കാര്യമല്ലല്ലോ പറയുന്നത്, അല്ല അല്ല അല്ല, ആ ചിന്തയോട് ഇരിക്കരുതെന്ന് ദൈവാത്മാവ് പറയുന്ന ആളെ നോക്കണ്ട, അവരുടെ പ്രായവും നോക്കണ്ട, ഒന്നും നോക്കണ്ട. നാം കേൾക്കുന്നത് ദൈവവചനമാ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ആത്മവരം നിങ്ങളിൽ ഉണ്ടല്ലോ. ഒന്ന് ഉണര്. ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ എന്റേതല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ ഒന്ന് ഉണരുവാൻ ദൈവാത്മാവ് ചില പേരോടായി ആലോചന അറിയിക്കുകയാ. വലിയ വിലയെ നാം കൊടുക്കേണ്ടി വരും. അവരുടെ ആത്മാവിന് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി വലിയ വിലയെ കൊടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് എനിക്കൊരു ആഹ്വാനം തരുന്നത് ഇങ്ങനെയാ കേട്ടോ ആന്റി. ദൈവാത്മാവ് പറയുന്നത്, ഒരു യൗവനക്കാരനെ എന്നെ കാണിക്കുക, പ്രായം ഏകദേശം ഒരു 18, 19, 20 അപ്പുറം ഇല്ല.
ആ കുഞ്ഞു ഹാലലി ആ പയ്യന് വേണ്ടി അത് ആരാ എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. പക്ഷെ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വാഹന അപകടം ദൈവാത്മാവിനെ കാണിക്കുന്നു. അല്ലെങ്കിൽ ഇത് വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ ദേശങ്ങളിൽ നിന്ന്, ഞങ്ങൾ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ നിന്ന് വാഹന അപകടങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ. വഴിയിടങ്ങളിൽ, വഴി മധ്യത്തിൽ അപകടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ വ്യാപാരത്തെ അകാലത്തിൽ പൊലിച്ചു കളയുമെന്ന് വ്യാപരിക്കുന്ന ദുഷ്ടപിശാചിന്റെ മണ്ഡലം നസ്രയനായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തകർന്ന് അടിയട്ടെ. പരീക്ഷകളാൽ, പരീക്ഷണങ്ങളാൽ, ദേഹവിയോഗങ്ങളാൽ ഭാരപ്പെടുത്തുമെന്ന് പറഞ്ഞു വാദിക്കുന്ന എല്ലാ മണ്ഡലം നസ്രയനായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നോക്കണമേ, യേശു കർത്താവ് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആഴമേറിയ സന്ദർഭമാണ് നാം അവിടെ വായിച്ചത്. അവിടെ വിഷമിച്ച് കരയുവാനുള്ള സന്ദർഭമല്ല ഇത് പരീക്ഷകളുടെ കാലമാ. പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഇല്ലെന്നല്ല. പക്ഷേ അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? അതിനെ ജയിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അതിനെ ജയിക്കുവാനുള്ള ഒരു ദൈവകൃപ പ്രാപിക്കുവാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിന്റെ 32 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവിന്റെ പ്രാർത്ഥനയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞ് അവർ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാൻ തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറയുന്ന ഭാഗം. ഇനി അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. നോക്കണമേ, ഇതിലെ 2 ഭാഗം നമുക്ക് ഇവിടെ ചിന്തനീയമായ ഭാഗങ്ങളാ. ഒന്ന് എന്ന് പറയുന്നത്, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് യേശു കർത്താവ് പറഞ്ഞിട്ടാണ് ആ മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം. അപ്പോ ആദ്യമേ തന്നെ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞതിനകത്ത് ശിഷ്യന്മാർ ഒരുപക്ഷെ അവരുടെ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ വേദന കൊണ്ടോ പ്രയാസം കൊണ്ടോ ഒരുപക്ഷെ ഉറങ്ങിപ്പോയ ഒരു ഭാഗം. ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ഉണർന്നിരിക്കുവാൻ പറഞ്ഞതിന്റെ ആഴം അപ്പോഴുള്ള സാഹചര്യത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. നാം മുമ്പ് ചിന്തിച്ച വാക്യഭാഗത്തോട് തന്നെ വളരെ ബന്ധിച്ചു വായിക്കാവുന്ന ഒരു വാക്യഭാഗമാ ഇവിടെ നാം കേൾക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഉണർന്നിരിക്കുവാൻ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവിടെ ചില സംഗതികളുണ്ട്. നമ്മോട് ചില കാര്യങ്ങൾ ഉപവാസം എടുക്കണം, ചില വിഷയങ്ങളെ ആഴത്തിൽ കണ്ട് പ്രാർത്ഥിക്കണം, ചില വ്യക്തികൾക്ക് വേണ്ടി നാം ഇടിവിൽ നിൽക്കണം, ചില വ്യക്തികളെ ഒന്ന് ഫോണിൽ വിളിക്കണം, ചില വ്യക്തികളെ വിളിച്ചൊന്ന് സംസാരിക്കണം, അവർക്കൊരു ആശ്വാസവാക്ക് നൽകണം, ചില കുടുംബങ്ങളിൽ ചെന്ന് ചിലരെ സന്ദർശിക്കണം, ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചില കാര്യങ്ങളിൽ ഒരു ഉണർന്നിരിക്കുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു ശ്രദ്ധയോടെ ഇരിക്കുവാൻ നമുക്കൊരു ആഹ്വാനം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയ ദൈവമക്കളെ, നാം അത് ചെയ്യുവാൻ വൈകരുത്. ആമേൻ. നാം വൈകും തോറും അല്ലെങ്കിൽ ആ ദൈവപ്രവർത്തിയുടെ ആഴം കുറഞ്ഞു പൊക്കോണ്ടിരിക്കുക. അപ്പോ ഏറ്റവും വേഗത്തിൽ ഒരു ദൈവപ്രവർത്തി ഉണ്ടാകണമോ, നാം എത്രത്തോളം അടുത്ത് ചെല്ലുന്തോറും ഹല്ലേലൂയ ദൈവം നമ്മോട് അടുത്തു വരുവാൻ ഇടയായിത്തീരും. അപ്പോ ഉണർന്നിരിക്കുവീൻ. അടുത്ത ഭാഗം നാം വായിച്ചത് ഇങ്ങനെയാ, അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നോക്കണമേ പ്രിയരെ, ഞാൻ കുറച്ചു മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആ ഭാഗത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാ. യേശു കർത്താവ് ചോദിക്കും, ഒരു നാഴികയെങ്കിലും
ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിയില്ലേ? ഹാലേലുയ. ആ യേശു കർത്താവ് പറഞ്ഞതിനകത്ത് എത്രയോ ഹാലേലു ഉള്ളിൽ തട്ടി ഹാലേലുയ പ്രിയ ശിഷ്യനോട് പറയുന്ന ഭാഗമാ നാം അവിടെ കേട്ടത്. നമ്മോട് പല സന്ദർഭങ്ങളിൽ ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യ, ഒരു വേളയെങ്കിലും നിങ്ങൾക്കൊന്ന് ഹാലേലു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ അവസരം ലഭിക്കുന്നുവെങ്കിൽ, ആഹ്വാനം ആത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെ അല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അത് രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ പ്രദോഷമെന്നോ കൂടാതെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയ ദൈവമക്കളെ, നാം അത് ചെയ്യണം. കുറച്ചു മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു മിനിറ്റിന് പോലും വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും കേട്ടോ. നാം ചിന്തിക്കും, കർത്താവേ, ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ തിരക്കിലല്ലേ? അല്ല, ആ ഒരു മിനിറ്റ് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഒരു മണിക്കൂർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ നേട്ടം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയാകും. ഒരുപക്ഷെ ആ ഒരു മിനിറ്റത്തെ പ്രാർത്ഥനയായിരിക്കാം ആ ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കുള്ള ഒരു വിടുതൽ, അല്ലെങ്കിൽ ചില പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവകരം നാം അറിയേണ്ടതിന് ആ ഒരു മിനിറ്റ് പ്രാർത്ഥനയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമായി തീരുവാൻ ഇടയാകുന്നത്. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ നാം ഉണർന്നിരിക്കുവാൻ റെഡിയായി തീരണം. ഇത് വളരെ ഉറക്കത്തിന്റെ സമയം ഇന്ത്യൻ സമയം 10:22 രാത്രി. ഹല്ലേലൂയ. വളരെ ക്ഷീണമുണ്ട്. പല കാര്യങ്ങൾ നാം ഇന്ന് സഭായോഗത്തിന് പോയി ദൂരയാത്ര, ഞങ്ങളാണെങ്കിൽ ഒരു ദൂരയാത്ര കഴിഞ്ഞു വന്നാ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഇന്ന് രാത്രികാലം മറ്റൊരു ഇടത്ത് എന്താ പറയാ മീറ്റിങ്ങിനായി കടന്നു പോകേണ്ടത്. പക്ഷെ മഴയും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതുകൊണ്ടും ഈ മീറ്റിംഗ് ഉള്ളത് കൊണ്ടും ഞങ്ങൾ ആ മീറ്റിംഗ് ഒന്ന് തൽക്കാലത്തേക്കിനൊന്ന് അവോയ്ഡ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോ നമ്മൾ എല്ലാവരും പല കാര്യാദികൾ ചെയ്യുന്നവരാ, ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. നമുക്ക് ക്ഷീണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് വലിയ കാര്യം ചെയ്യാൻ കഴിയും. ഇനി എന്തിനു വേണ്ടിയായിരിക്കാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അപ്പോ ബലഹീനമായ നമ്മുടെ ജഡശരീരത്തിനകത്ത് പല പ്രവർത്തികൾ ചിന്തകളിലൂടെ, സംസാരങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ വരുവാൻ സാധ്യതയുണ്ട്. പിശാചിനെ കയറുവാൻ ഏറ്റവും എളുപ്പമാ ബലഹീനമായ നമ്മുടെ ശരീരത്തിൽ. എന്നാൽ ആത്മാവ് വളരെ ഒരുക്കമുള്ളത്. ഈ ഒരുക്കമുള്ള ആത്മാവിന് ഹല്ലേലൂയ, ആ സഹോദരിമാരെ പാത്രത്തിനകത്ത് എണ്ണ കരുതിയതുപോലെ ചില കരുതലുകൾ ഈ മനുഷ്യന് വേണ്ടി ഉണ്ടാകണമെങ്കിൽ അവിടെ ഹല്ലേലൂയ ജഡം നശിക്കണം. ജഡം നശിച്ചെങ്കിൽ മാത്രമേ, ജഡത്തിന്റെ ചിന്തകൾ നശിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മാവിനെ നമുക്കൊന്ന് ഒരുക്കമുള്ളതാക്കി ഹല്ലേലൂയ, ആ മണവാളന്റെ ഹല്ലേലൂയ വേണ്ടി ഒരുക്കമുള്ളതാക്കി, ചില കരുതലുകളോടെ ഒരുക്കമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അവിടെ നമ്മെ സഹായിക്കുന്ന വളരെ വലിയൊരു ഘടകമാ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണരുവാൻ, ഇത്രയും വലിയ ഉണർന്ന് ഇത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇത്ര വലിയൊരു ആഹ്വാനം നമുക്ക് നൽകും. പല ഭാഗങ്ങളിലും പ്രാർത്ഥിക്കുവാൻ വളരെ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നാം സ്വാഭാവികമായി നാം ഉണരും. നാം ഉറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പരോക്ഷമായി തന്നെ ഉണർന്നിരിക്കുക എന്നൊരു സംഗതി അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അപ്പോ ഉണർന്നിരിക്കുമെങ്കിൽ ചില സംഗതികളെ പ്രാപിക്കുവാൻ, ചില നേട്ടങ്ങളിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാ. നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, എന്റെ പ്രാർത്ഥന വെറുതെയായി പോകുമോ? എന്റെ ഉപവാസം വെറുതെയായി പോകുമോ? ഞാൻ ഇത്ര ദൂരത്ത് പോയി ആരാധിക്കുന്നത്, ഞാൻ ഇത്ര ദൂരത്ത് പോയി വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഞാൻ വചനം കേൾക്കുന്നതൊക്കെ വെറുതെയായി തീരുമോ? ഇല്ല. യഥാർത്ഥി ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല. നിങ്ങൾ ഉണർന്നിരുന്നിട്ടുണ്ടോ? 1 മിനിറ്റെങ്കിൽ, 10 മിനിറ്റെങ്കിൽ, അരമണിക്കൂറെങ്കിൽ, 1 മണിക്കൂറൊക്കെ, മണിക്കൂറുകളെങ്കിൽ. ഒരു സഹോദരിയെ നമുക്കറിയാമല്ലോ, ഹന്ന. ഇത് സഹോദരിമാരുടെ മീറ്റിംഗ് അല്ല, എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ പെട്ടെന്ന് കയറി വന്നത് കൊണ്ടാ. ഹന്ന എന്ത് ചെയ്തെന്നറിയാമോ? ഉണർന്നിരുന്ന് ആലയം വിടാതിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അത് വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ആ ഇസ്രായേലിന്റെ ഹല്ലേലൂയ ന്യായപാലനം ചെയ്യാൻ, ഭരിക്കുവാൻ അനേക രാജാക്കന്മാർ വന്നപ്പോൾ അനേകർ പട്ടുപോയിടത്ത് ശമൂവേൽ എന്നൊരു വിശ്വസ്ത പ്രവാചകനെ, ദാൻ മുതൽ ബർഷേബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പ്രവാചകൻ എന്ന ലേബലിലേക്ക്
ഹാലില് കൊണ്ടുപോകുവാൻ പര്യാപ്തനായ ഒരുവനെ ഹാലില് ആ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു. ആമേൻ. ഇത് പ്രാർത്ഥന കൊണ്ട് നേടിയതാ കേട്ടോ. ഇത് ഉറങ്ങിയത് കൊണ്ടല്ല, ഇത് ഉണർന്നിരുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം പകർന്നത് കൊണ്ട് കർത്താവ് അവളുടെ നിന്നയെ മാറ്റി. ഹല്ലേലൂയ. അവളുടെ കുത്തുവാക്കുകളെ മാറ്റി. ഹല്ലേലൂയ. എവിടെ ഉണർന്നിരുന്ന പ്രാർത്ഥിച്ച ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ആ വേദപുസ്തകത്തിൽ പല വ്യക്തി ജീവിതങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെയും ഹാലല് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചവരാ. അതെല്ലാം അവരുടെ ജീവിതത്തിൽ വളരെ നീതിയായി, വളരെ അനുഗ്രഹമായി, വളരെ സന്തോഷമായി ദൈവം കണക്കിടുവാനും ദൈവപ്രവൃത്തികളെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എനിക്ക് പ്രേരണ തരുന്നത്, ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഏത് സ്വഭാവക്കാരെന്ന്, ഏത് സ്വഭാവത്തിന് ഉടമകളെന്ന് എന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമുക്ക് തന്നെയാ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. ആ കുഞ്ഞുങ്ങളെ അവരെന്ത് സ്വഭാവമായിക്കോട്ടെ, പ്രിയദാസി പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അവരെ കുറ്റപ്പെടുത്താതെ, അവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുക ഇപ്പോൾ ആവശ്യം. കാരണം കാലഘട്ടം വളരെ വ്യത്യസ്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഹല്ലേലൂയ ഒരുക്കത്തോടു കൂടി ഉണർന്നിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി രണ്ടാം ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാ. ഒന്നാമത്തെ ഭാഗം നാം കണ്ടു, ഉണരുവാനുള്ള ആഹ്വാനം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉണരുന്ന കർത്താവ്. ഇങ്ങനെ ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി, തന്നോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ഉണരുന്ന ഒരു കർത്താവിന്റെ കരത്തെ ഹല്ലേലൂയ നമുക്ക് ദർശിക്കാൻ കഴിയും. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23-ാമത് വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം ഞാൻ വായിക്കാം. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നോക്കണമേ, ഇവിടെ ശിഷ്യന്മാരുമായിട്ട് യേശു കർത്താവ് പടകിൽ കയറി തടാകത്തിന്റെ അക്കരെ പോകാ എന്നവരോട് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് അവിടെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാ വളരെ പ്രതികൂലം അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചത്. പ്രിയരെ, നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവെ, ഞാൻ ഒരു ദൈവ പൈതലല്ലേ, ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരാളല്ലേ, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിനകത്ത് ചില ചുഴലിക്കാറ്റുകൾ അടിക്കുന്നു? പിന്നെ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിനകത്ത് ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നു, ചില കാറ്റുകൾ ആഞ്ഞടിക്കുന്നു, ചില തിരമാലകൾ ആഞ്ഞടിക്കുന്നു? എന്റെ പടകിനകത്ത് ഇപ്പൊ വെള്ളം കയറുമെന്ന അവസ്ഥക്കകത്ത് ചില സംഗതികൾ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നു? ദൈവാത്മാവ് പറയുകയാ, അല്ലെങ്കിൽ ചില ദൈവപ്രവർത്തികൾ കാണുവാൻ വേണ്ടി നാം കർത്താവിനെ ഉണർത്തുവാൻ ഒന്ന് റെഡിയാകണം. അങ്ങനെയെങ്കിൽ ഉണരുന്ന ഒരു ദൈവകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില സംഗതികളിൽ ഹല്ലേലൂയ, അയ്യോ എനിക്കത് ഏൽക്കുന്നേ, അയ്യോ എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നേ, ഇങ്ങനെ എപ്പോ അയ്യോ അയ്യോ എന്നുള്ള വിലാപമായിരിക്കാനോ ഹല്ലേലൂയ വിഷാദാവസ്ഥയായിരിക്കുവാനല്ല, നാം ഒന്ന് കർത്താവിനെ ഒന്ന് ഉണർത്തണം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയാൽ ഒന്ന് ഉണർത്തണം. ദൈവത്തോട് സംഭാഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വേയാണ്, ഒരു പാതയാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം പ്രാർത്ഥനയോടെ ഒന്ന് ഉണർത്തണം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വലിയ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാ, വലിയ ചുഴലിക്കാറ്റ്, ഞങ്ങളുടെ പടക് എന്തായി തീരും? ഞങ്ങൾക്ക് പങ്കായം ഞങ്ങളുടെ കൈവശം കിട്ടുന്നില്ലല്ലോ. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള പങ്കായം, ചില കാര്യങ്ങളിൽ എവിടേക്ക് പോകണമെന്ന് ഹല്ലേലൂയ ചിന്തിക്കുവാനുള്ള ചില പങ്കായങ്ങൾ, ശുശ്രൂഷയുടെ മുഖത്ത് എവിടെ തുടരണം, എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം, ഹല്ലേലൂയ എങ്ങനെ പോയാലാണ് ശരിയാകുന്നത്, ഏതാണ് ശരിയായ മാർഗം തുടങ്ങിയ പല സംഗതികളോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ, അവരുടെ വിദ്യാഭ്യാസ ഭാവിയോടുള്ള ബന്ധത്തിൽ, ഏത് കാര്യത്തിനകത്ത് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് പല കാര്യത്തിൽ ഉഴലുന്ന ഹല്ലേലൂയ ആ പങ്കായം, അല്ലെങ്കിൽ അതിന്റെ ആ പങ്കായം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ആ ഒരു പടകിനെ അല്ലെങ്കിൽ ആ വള്ളത്തെ നിയന്ത്രിക്കുന്ന
ഏറ്റവും വലിയൊരു ഉപകരണമാ പങ്കായം. ഒരു വ്യക്തി തുഴയുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് നഷ്ടമായി പോയാൽ പിന്നെ ഇത് ഈ കടലിനകത്ത് അല്ലെങ്കിൽ ഈ ജലസ്രോതസ്സിനകത്ത് നിന്ന് ഇതിങ്ങനെ ഉഴലുവാൻ ഇടയായി തീരും. അപ്പോൾ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനോ ചില സംഗതികളിലേക്ക് പോകുവാനുള്ള പങ്കായം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവാത്മാവ് ചില പേരോടായി ഇന്ന് രാത്രികാലം ആഹ്വാനം ചെയ്യുകയാ. പ്രിയരെ, നിങ്ങൾ ഹല്ലേലൂയ യേശു കർത്താവിനെ ഉണർത്തുമെങ്കിൽ, ദൈവത്തെ ഒന്ന് ഉണർത്തുവാൻ റെഡിയാണെങ്കിൽ നമുക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവകരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹല്ലേലൂയ വളരെ സുപരിചിതമായിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാ സങ്കീർത്തന പുസ്തകം 121 അധ്യായത്തിന് 4 വാക്യം. എന്താ അവിടെ പറയുന്നത്? ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ ചില പേരെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ അതിലോ മക്കളോ കുടുംബത്തിനകത്തുള്ള പ്രിയപ്പെട്ടവരാരും അറിയാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങുമായി എപ്പോഴാ സൂര്യനൊന്ന് ഉദിക്കുന്നേ എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ട്. ചില പേരെ ദൈവാത്മാവ് ഓർപ്പിക്കുക. എന്നാൽ അവരൊക്കെ ചിലപ്പോൾ നമ്മുടെ ദുഃഖം കാണാതെ, നമ്മുടെ വിഷമം എന്തെന്ന് പോലും ചോദിക്കാതെ നമ്മുടെ വിഷാദാവസ്ഥയിലേക്ക് തള്ളിവിട്ട് അതിനകത്ത് പട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ കൂക്കി വിളിക്കുവാനും നമ്മളെ പരിഹസിക്കുവാനും കൈയടിച്ച് സന്തോഷിക്കുവാനും ചിലരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ പരിപാലകനായി ഉണരുന്ന ഒരു കർത്താവിന്റെ കര ഉയരത്തിലുണ്ടെന്ന് ചില പേരെ ദൈവാത്മാവിന്റെ രാത്രികാലം ഉണർത്തുകയാ. ചില പേരുടെ കരച്ചിന്റെ പ്രാർത്ഥന ഞാനൊന്ന് പറയട്ടെ ആത്മാവിൽ. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ രാത്രിയുടെ യാമത്തിൽ എനിക്കും ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ വേദനയുടെ ഭാരം അധികമായതിനാൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഹല്ലേലൂയ ഞാൻ കിടക്കുന്ന അവസ്ഥ, സൂര്യോദയം എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് എത്തണമേ എന്ന് ആഗ്രഹിക്കുന്ന രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുന്ന വ്യക്തി ജീവിതമേ, ദൈവാത്മാവ് പറയുക, ആരും നിന്റെ കണ്ണുനീര് കണ്ട് രാത്രിയിൽ നിന്റെ കിടക്കയുടെ ഒപ്പം ഇരുന്നില്ലെങ്കിലോ, നിന്റെ ശിരസിൽ വന്ന് നിന്നെയൊന്ന് തലോടിയില്ലെങ്കിലോ, നിന്റെ കണ്ണിൽ നീരൊന്ന് തുടച്ചില്ലെങ്കിലോ, മയങ്ങാതെ ഉറങ്ങാതെ പരിപാലകനായി നീ കാണാത്തൊരു അദൃശ്യ കരങ്ങൾ കൂടെയുണ്ടെന്ന്, അരികിലുണ്ടെന്ന് ചില പേരെ ദൈവാത്മാവിന്ന് രാത്രികാലം ആശ്വസിപ്പിക്കുകയാ. ഇത് പ്രതികൂലത്തിനകത്ത് കണ്ടിട്ട് അവിടെ ഉറങ്ങുന്ന ദൈവമല്ല കേട്ടോ. അവിടെ ഉണർന്ന് ആ പ്രതികൂലത്തെ നോക്കി അധികാരത്തോടെ അവയൊക്കെ ചമച്ച ദൈവത്തിന്റെ ആ സർവ അധികാരത്തോടെ അവയെ ശാസിക്കുന്ന ദൈവമാ, അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാ. രാജൽ ഗമനഘടക ഷാരേ ലഗന. ഒരുപക്ഷെ നീ ചിന്തിക്കും, ഈ പടകിനകത്ത് ഈ പ്രതികൂലം കൊണ്ട് എന്റെ പടക് തകരാൻ പോകുകയാ, ഈ കാറ്റിൽ ഞാൻ തകരും, ഈ ചുഴലിക്കാറ്റിന്റെ അവസാനത്തെയാ എന്റെ പങ്കായവും പോയി, എന്റെ ഞാൻ തകരും, ഞാൻ ഈ പടകിനകത്ത് ഞാൻ തകർന്നു പോകും, ഹല്ലേലൂയ ഞാൻ തകർന്നു പോകും, ഞാൻ പട്ടുപോകും, ഇതിന്റെ അവസാനത്തെയാ, ഇതിന്റെ ലാസ്റ്റത്തെയാ എന്നിങ്ങനെ പല ചിന്തകളോടെ കുഴയുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തി, നിങ്ങൾക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവകരമുണ്ട്. നിങ്ങളൊന്ന് ഉണർത്തുവാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവകരമുണ്ട്. നിങ്ങളുടെ പൈതലിന് നാളെ നടക്കേണ്ട ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ സമാധാനത്തോടെ ഉറങ്ങ്. നാളെ പ്രഭാതത്തിൽ തന്നെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നാകട്ടോ വിളിച്ചു പറയുന്നേ, ഇത് ചുമ്മാ പറയുന്നതല്ല. ഞാൻ ജീവിതത്തിൽ എന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ, എന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ എല്ലാം കണ്ട ഒരു സംഗതിയാ. രാത്രി യാമത്തിൽ എങ്ങനെ നാളെ ആ കാര്യാദികളെ ഡീൽ ചെയ്യുമെന്ന് ഭാരപ്പെട്ട വിഷയത്തിനകത്ത് ഹല്ലേലൂയ
ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ ആ കാര്യങ്ങളെ ചെയ്യും, എങ്ങനെ ആ കാര്യങ്ങൾ റെഡിയാകുമെന്ന് ഭാരപ്പെട്ട വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിച്ച ഒത്തിരി ദിനരാത്രങ്ങൾ എനിക്കും എന്റെ ജീവിതത്തിൽ പറയാനുണ്ട് കേട്ടോ. ഹാലേലൂയ. നിങ്ങൾ ഉണർത്താൻ റെഡിയാണെങ്കിൽ, ഹാലേലൂയ, ഉറങ്ങാതെ ഹാലേലൂയ അലേർട്ടായിരിക്കുന്ന നാം കരുതും, ഹാലേലൂയ, കർത്താവെ അങ്ങന്റെ അവസ്ഥ കണ്ടിട്ട് അങ്ങ് ഉറങ്ങുകയാണോ? അല്ല, അല്ല പ്രിയദാസിയെ, പ്രിയദാസനെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ചില സഭകളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിനോട് പറയുന്നത് ഇങ്ങനെയാ. ചില സഭകളുടെ ശൂന്യത കണ്ട് ഹാലേലൂയ അവിടെ ഹാലേലൂയ ആമേൻ ഹാലേലൂയ ഉറങ്ങുന്ന ദൈവമല്ല, ഉണരുന്ന ഒരു ദൈവമുണ്ട്. ദേശത്ത് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സഭയുടെ ശൂന്യതകളെ, ആത്മാവിന്റെ ഹാലേലൂയ കുറവിനെ, ഹാലേലൂയ ഒരുക്കമുള്ള ചിലതിനെ, ആവശ്യമുള്ള ചിലതിനെ, അത്യാവശ്യ ബോധമുള്ള ചിലതിനെ ഹാലേലൂയ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവകര നിങ്ങളുടെ ആലയങ്ങൾക്കകത്ത് നിങ്ങൾ കാണും. നിങ്ങളുടെ മിനിസ്ട്രി ലൈഫിൽ നിങ്ങൾ കാണും. ഇപ്പോൾ ചോദ്യചിഹ്നമായി ഹാലേലൂയ നിൽക്കുന്ന പലരുണ്ട്. ഹാലേലൂയ അവരുടെ ദൈവാത്മാവ് പറയുകയാ, നിങ്ങളുടെ ആലയത്തിനകത്ത് ഒരു നിറവ് കർത്താവ് തരും. ആമേൻ, ഹാലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുകയുമില്ല, അവൻ ഉറങ്ങുകയുമില്ല. മനുഷ്യരെല്ലാം ഉറങ്ങി അവരവരുടെ കാര്യാദികളെ നോക്കി അടുത്ത് ഹല്ലേലൂയ ജീവിക്കുന്ന ആളെ ശ്രദ്ധിക്കാൻ പോലും നേരമില്ലാതെ പായുമ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്ന ഒരു നല്ല ദൈവകരമുണ്ട് കേട്ടോ. ഇവിടെ ആ ശിഷ്യന്മാര് കിടന്ന് കുഴങ്ങിയപ്പോൾ നോക്കണമേ, നാം വായിച്ച ഭാഗം ഇങ്ങനെയാ. ആ ശിഷ്യന്മാര് കിടന്ന് ഹാലേലൂയ കുഴങ്ങിയപ്പോൾ നോക്കണമേ, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. വെള്ളത്തിന്റെ കോപമോ? എന്താ അത്? ഹല്ലേലൂയ നമുക്ക് വേണ്ടി ശത്രുവായവൻ അഴിച്ചുവിടുന്ന ചില പ്രവർത്തികൾ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ വെള്ളത്തിന്റെ കോപം, കാറ്റിന്റെ ഹാലേലൂയ ഗതി, ഇവയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ഉണരും. നാം ഒന്ന് ഉണർന്നാൽ മതി. ആമേൻ. എത്ര പേർക്ക് ഈ മെസ്സേജിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ആരും ഹാലേലൂയ ഒരു സൂം മീറ്റിങ്ങിനകത്ത് കേവലം ഇരിക്കുന്നത് പോലെ ഇരിക്കരുതേ. ദൈവാത്മാവ് ശക്തമായി പ്രേരണ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രികാലം ഇതുപോലെ ഹാലേലൂയ സംസാരിക്കുന്നത്. ഹാലേലൂയ നിങ്ങളൊന്ന് ഉണരുക, ഉണരുക. നാം പലപ്പോഴും വിചാരിക്കും ഞാനും നിങ്ങളോടല്ല ഒരുപോലെയുള്ള ദൂത ഇത് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പ്രസ്താവിക്കുന്നു. നാം പലമെങ്കിലും ഉണരാത്ത മേഖലകളുണ്ടെങ്കിൽ നാം ഒന്ന് ഉണരണം. ശക്തിപ്പെടാത്ത മേഖലകളുണ്ടെങ്കിൽ നാം ഒന്ന് ശക്തിപ്പെടണം. നമ്മളെ മറ്റാർക്കും അധികമായി അറിയാവുന്നത് നമുക്ക്. അതുകൊണ്ട് നാം ഉണരേണ്ട ഭാഗത്ത് നാം തന്നെ ഉണർന്നേ മതിയാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവകരത്തെ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധിക്ക് നടുവിൽ, ഇവിടെ തകർന്നു പോകും, ഇവിടെ തീരും, അക്കരെ കാണത്തില്ല എന്ന് വിചാരിക്കുന്ന സംഗതികളുടെ അകത്ത് അക്കരെ എത്തിക്കുവാൻ ദൈവം മതിയായ ദൈവമാ. ഹല്ലേലൂയ പതിവ് പല്ലവികൾ ദൈവദാസന്മാരിലൂടെ കേൾക്കുന്നു എന്ന് നാം ചിന്തിക്കാതെ, നാം എല്ലാവരും വചനം പറയുന്നവരാ, വചനം വായിക്കുന്നവരാ. അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്നോടുള്ള ഒരു പുതിയ ദൂത് എന്തപ്പാ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ ദൈവാത്മാവ് നിശ്ചയമായി നമ്മോട് സംസാരിക്കുവാൻ മതിയായ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ എന്ന കാര്യത്തിനെ നമ്മളിലേക്ക് അയക്കുവാനും ഇടയായിത്തീരും. നോക്കണമേ, വെള്ളത്തിന്റെ കോപത്തെ ശാസിച്ചു. നമുക്ക് വേണ്ടി പ്രതികൂലമായിരിക്കുന്ന ഏത് സംഗതിയും ശാസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വിജയത്തിന്റെ കരം പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാ. ഹല്ലേലൂയ മനുഷ്യന് കഴിയാത്തത് കർത്താവിന് കഴിയും. കാറ്റിനെ ശാസിക്കുവാൻ മനുഷ്യന് കഴിയുമോ? നോക്കണമേ, നമ്മൾ അനുദിന പത്രമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്രയോ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങളാണ് നാം വായിക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്താ പറയാ ചുഴലിക്കാറ്റിനെ ശാസിച്ചു നിർത്തി, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ ശാസിച്ചു നിർത്തി, വെള്ളപ്പൊക്കത്തെ ശാസിച്ചു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ശാസിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നാം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമല്ലേ? പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. അതിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ പെട്ടെന്ന് ഉടനടി എന്ന് പറഞ്ഞത്, സഡൻ എന്ന് പറഞ്ഞ പോലെ ചില ദൈവപ്രവൃത്തി ഉണ്ടാക്കുവാൻ ഒരു മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തപ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ഹാലയിൽ സർവശക്തനാണ് എന്നുള്ള ആ വാക്യത്തിന്റെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത്. പ്രിയരെ, നാം ഇന്ന് കടന്നു പോകുന്ന ഏത് കാറ്റായിക്കോട്ടെ, ഏത് വെള്ളത്തിന്റെ കോപമായിക്കോട്ടെ, ഏതിനെ പരിഹരിക്കുവാനും ഹാലയിൽ നമ്മുടെ ദൈവത്തിന് കഴിയും.
അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നെയും എന്റെ തലമുറകളെ, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ സഭയെ, ഞാൻ ഹല്ലേലൂയ, എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഉണർത്തുന്ന ഒരു ദൈവകരമുണ്ടെന്ന് എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് പറയാൻ കഴിയും? എന്നെ എന്നെ ഉണർത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവകരമുണ്ട്. മൂന്നാമതായ ഒരു സംഗതി, ഉയർത്തുന്ന ദൈവം. നോക്കണമേ, നമുക്കെല്ലാം വളരെ സുപരിചിത വേദഭാഗമാണ്. ബഥാനിയിൽ യേശു കർത്താവ് വളരെ സ്നേഹിച്ച, യേശു കർത്താവിനെ വളരെയധികം വിരുന്നൊരുക്കിയ, ശുശ്രൂഷിച്ച, ബഹുമാനം നൽകിയ ഒരു കുടുംബം. 2 സഹോദരിമാർ, അവർക്കൊരു ഏക സഹോദരൻ. ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെ ഭവനം. ഈ ഭവനത്തെ കുറിച്ച് വളരെ നല്ലൊരു സാക്ഷ്യമാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. യേശു കർത്താവിനെ വളരെ ആദരിച്ചൊരു കുടുംബം. എന്നാൽ ആ കുടുംബത്തിനകത്ത് പെട്ടെന്ന് ഒരു ദേഹവിയോഗം സംഭവിക്കുകയാണ്. 2 സഹോദരിമാർക്ക് ഏക ആശ്രയമായിരുന്ന അവരുടെ സഹോദരൻ മരണപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവിടെ 4-ാം നാള് കല്ലറയ്ക്കൽ വന്ന് ആ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവകരത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കണമേ, ഇവിടെ ബാക്കിയുള്ള ബഥാനി എല്ലാവരും നോക്കി നിൽക്കവേ, ബഥാനിയെ കാണുന്നത് പോലെ ഒരു ദൈവപ്രവർത്തി, ദൈവത്തെ സ്നേഹിച്ച ആദരിച്ച ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുവാൻ ഹല്ലേലൂയ, ദൈവം മതിയായ ദൈവമാണെന്ന് നമ്മെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന ഒരു വേദഭാഗമാ നമ്മോട് ദർശിക്കുന്നത്. ആ ഭവനം ദൈവത്തോട് വളരെ ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അവർക്കൊരു പ്രയാസം വന്നപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഉയർപ്പിന്റെ അനുഭവം, ഒരു ഉയർത്തെഴുന്നേൽച്ച ഒരു അനുഭവം, അല്ലെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു അനുഭവം യേശു കർത്താവ് അവിടെ നൽകി. ഇവിടെ ആ സഹോദരിമാർക്ക് ലാസർ എന്ന സഹോദരൻ അതിൽ കുറച്ചു കാലമെങ്കിലും തങ്ങളോടൊപ്പം ഇനി ഉണ്ടാകണമെന്നുള്ളത് അവരുടെ ആവശ്യത്തെക്കാൾ ഉപരി അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാ. അതുപോലെ ആശ്രയമാണ് ഈ സഹോദരൻ. അപ്പോൾ യേശു കർത്താവിനോട് വളരെ ബന്ധമുള്ള ഈ ഒരു കുടുംബം അവർക്ക് വളരെ പ്രതികൂല നേരിട്ട സന്ദർഭത്തിൽ എപ്പോഴാണോ പ്രവർത്തിക്കേണ്ടിയിരുന്നത് അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഹല്ലേലൂയ സംഭവിക്കാൻ ഇടയായി. ഇത് ദൈവത്തെ സ്നേഹിച്ച ആദരിച്ച ഒരു കുടുംബത്തെ ഹല്ലേലൂയ അവരുടെ മരണത്തിൽ നിന്ന് ഉയർത്തിയതെന്ന് ഓർക്കണം. നോക്കിക്കേ, എത്ര നിർജീവം എന്ന് പറയുന്ന സംഗതിയാണെങ്കിലും നാം ഉണർന്നോ, അല്ലെങ്കിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നാം ഒന്ന് ഉയർക്കണം. ബേസ് അതാ, അടിസ്ഥാനപത. ഈ രഹബോത്ത് മിനിസ്ട്രിയോട് ആകമാനമായി പൊതുവായ ഒരു ദൂത് അറിയിക്കട്ടെ, നാം ഒന്ന് ഉണരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു തീമോട് കൂടി ഈ ഒരു സന്ദേശം പകരുന്നതിന്റെ പിന്നീട് വലിയ ദൗത്യം ഇതാ, നാം ഒന്ന് ഉണരണം. ഞാനും നിങ്ങളുമെല്ലാം ഒരുപോലെ നാം ഏത് മേഖലകളിലാണ് ഉണരേണ്ടത്. അതിലുണരുവാണെങ്കിൽ ദൈവം നമ്മെ ആത്യന്തികമായി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്. നോക്കണമേ, ജോസഫിന്റെ ജീവിതം നാം ഒന്ന് പഠിക്കുമ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ 16-17 വയസ്സ് കാലത്ത് അപ്പന്റെ വളരെ ഇഷ്ടം പിടിച്ചുപറ്റി ജീവിച്ച, അല്ലെങ്കിൽ അപ്പന് വളരെ പ്രിയനായിരുന്നു ഈ ജോസഫ്, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഉപേക്ഷിക്കപ്പെട്ട്, സഹോദരന്മാരുടെ അസൂയക്ക് പാത്രനായി അവൻ അവനെ പൊട്ടക്കിണറ്റിനകത്ത് തള്ളിയിടുവാനിടയായി. എന്നാൽ ആ സഹോദരന്മാര് രൂപേനൊക്കെ ഇടപെട്ട് അവനെ അതിനകത്ത് നിന്ന് കയറ്റുന്ന ഭാഗമുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ആത്മാവ് ചിന്തിക്കുകയാ, അത് കയറ്റിയത് സഹോദരന്മാരല്ല കേട്ടോ, അവിടെ ദൈവം തന്നെ അവനെ അതിനകത്ത് നിന്ന് ഉയർത്തുന്നത്. കാരണം എന്നാ, ഇവൻ ഈ പൊട്ടക്കിണറ്റിനകത്ത് കടന്നാൽ ഇവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അപ്പുറത്ത് മറ്റൊരു നാട്ടിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇവനൊന്ന് ഉയർന്നേ മതിയാകത്തുള്ളൂ. പൊട്ടക്കിണറ്റിൽ നിന്ന് ഇവനൊരു ഉയർപ്പ് വേണം. 2, ഇവൻ പോകുകയാ, ഒരു ഇസ്രായേലിലെ ഒരു വ്യാപാരിക്ക് ഇവനെ അടിമയായി വിൽക്കുകയാ. അപ്പൊ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്നതിന്റെ ഭാഗം, എന്റെ മെസ്സേജിനകത്ത് യോസഫിന്റെ കാര്യം പറഞ്ഞാൽ ഞാനിത് പറയാതെ പോകത്തില്ല, അത്രയും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ വ്യാപാരിക്ക് ആ വെള്ളിക്കാശൊക്കെ സഹോദരന്മാര് നൽകി, ഈ വ്യാപാരി ജോസഫിനെ കൊണ്ട് ഇങ്ങനെ പോകുകയാണല്ലോ. അപ്പോൾ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും ഒരു കാരുണ്യം തോന്നി ഈ ജോസഫിനെ വഴിമധ്യത്തിൽ എവിടെയെങ്കിലും ഇറക്കി വിടാൻ മേലായിരുന്നു. അങ്ങനെ ഒരു സാധ്യത ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഒരു
ഒരു കുറച്ച് ശതമാനമാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത നമുക്കൊന്ന് വെച്ചുകൂടെ? അല്ല, ആ വ്യാപാരിയുടെ ഹൃദയത്തിലും അങ്ങനെ തോന്നത്തില്ല. കാരണം എത്തേണ്ടടുത്ത് ഇവനെ എത്തിക്കണം, അതിനുള്ള ഒരു വാഹകൻ മാത്രമായി ഈ വ്യാപാരി. ആമേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുക. കാരണം നാളെ രാജാവാകാൻ പോകുന്ന ഒരുവന്റെ ഡ്രൈവറായി ഈ വ്യാപാരി പോകുകയാണ്. ആമേ, നാളെ രാജാവാകാൻ പോകുന്നവനെ ഹല്ലേലൂയ വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് ഒരുവൻ പോകുകയാണ്. അവൻ അറിയത്തില്ല, നാളെ മന്ത്രിയാവാൻ പോകുന്ന അവൻ അറിയത്തില്ല നാളെ ഒരു അധികാര പദവിയിലേക്ക് വരാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അറിയത്തില്ല. അങ്ങനെ ഇവൻ പോത്തിഫറിന്റെ ഭവനത്തിൽ വന്നു. അവിടെ കൊണ്ടും ഹല്ലേലൂയ അവൻ അവിടെ നിലനിൽപ്പില്ലായിരുന്നു. കാരണം അതല്ല അവനെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ അവിടെ നിന്നും അവൻ പോയി, അവൻ കാരാഗ്രഹത്തിലായി. ഇത് ഫൈനൽ സ്റ്റേജ് ആകട്ടോ. ഈ കാരാഗ്രഹത്തിന്റെ ഹല്ലേലൂയ അവസ്ഥാന്തരങ്ങൾക്ക്, ആ അഴികൾക്ക്, അല്ലെങ്കിൽ അതിന്റെ വാതിലുകൾക്ക് അപ്പുറമായി ആ കാരാഗ്രഹത്തിന്റെ ഒരുപക്ഷെ കൊതുകോ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ, ഫെസിലിറ്റി ഒന്നുമില്ലാത്ത ആ വെറും ഇടുങ്ങിയ അവസ്ഥക്കകത്ത് നിന്ന് ഹല്ലേലൂയ അവൻ ഒരു സ്ഥലം മാറ്റമുണ്ട് കേട്ടോ. ആ സ്ഥലം മാറ്റത്തിന് വേണ്ടിയ ഹല്ലേലൂയ അവനെ ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടത്തിവിട്ടത്. എന്താ? ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നേരോടെ നിഷ്കളങ്കനായി നടന്ന് ദൈവം തന്നെ ഏൽപ്പിച്ചു. നോക്കണമേ, സ്വപ്നം വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് വ്യാഖ്യാനപരമാണ്. നമുക്കെല്ലാം അത് അറിയാവുന്ന കാര്യമാണല്ലോ. ആ കൃപാവരത്തിൽ എത്രയോ പ്രാധാന്യമുള്ള ഒരു സംഗതിയാ. എന്നാൽ അത് തന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ അതിനെ ഹല്ലേലൂയ അതിനെ വെച്ച് പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ അതിനെ ഉപയോഗപ്പെടുത്തുവാനും സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്തുവാനും ഒക്കെ ജോസഫിന് കഴിഞ്ഞത് അവന്റെ ജീവിതത്തിൽ അവിശ്വസ്തനായി ഇരുന്നത് കൊണ്ട്, ഒരു ഹല്ലേലൂയ ഒന്നിനാലും അവൻ അശുദ്ധനാകാതെ ഇരുന്നത് കൊണ്ട് ദൈവം അവനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ഉയർത്തൽ നോക്കണമേ, ലാസറിന്റെ ജീവിതത്തിൽ നാം പഠിച്ചപ്പോൾ ആ യേശു കർത്താവിനെ വളരെ ആദരിച്ച സ്നേഹിച്ച ആ കുടുംബത്തെ ഉയർത്തിയത് കേവലം അവരുടെ വീട്ടിനകത്ത് ലാസറും മാർത്തയും മറിയയും ഒക്കെ ഉള്ള സന്ദർഭത്തിലോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിനകത്ത് കുറച്ചു പേര് ഇരുന്നപ്പോൾ ലാസർ മരിച്ചു കിടന്ന സമയത്ത് ഉയർപ്പിച്ചതോ ഒന്നുമല്ല കേട്ടോ. കല്ലറയ്ക്കല. ഈ സംഗതി കാണുവാൻ, ഇതെന്തെന്ന് കാണുവാൻ, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണുവാൻ ഒത്തിരി പേര് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ബഥാന്യ ആളുകൾ, പല സ്ഥലങ്ങളിലായ ആളുകൾ ഉണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ ഭാവനയിൽ അതിനെ കരുതുക. അവരുടെ എല്ലാം മുമ്പിൽ അവർ കാണുന്ന ഒരു ഉയർപ്പിന്റെ അനുഭവം ദൈവ കുടുംബത്തിന് നൽകുവാൻ ഇടയായി തീർന്നു. അത് താൽക്കാലികമെങ്കിലും അപ്പോൾ അത് അവർക്ക് അത്യന്താപേക്ഷിതവുമായിരുന്നു. നാം ജോസഫിന്റെ ലൈഫിൽ നാം പഠിച്ചു, ജോസഫിനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തിച്ച് അവനെ ഈജിപ്തിലെ മന്ത്രി പദവിയിലേക്ക് ആ കസേരയിൽ അവനെ കൊണ്ടിരുത്തി. അവന്റെ തലയിൽ അധികാരത്തിന്റെ കിരീടം, അധികാരത്തിന്റെ മോതിര അവനെ ധരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ? നാം ഉണരുവാൻ, എവിടെ നാം ഒന്ന് ഉണർന്നുവോ അവിടെ എല്ലാം ഹല്ലേലൂയ. എവിടെ ഉണർന്ന ഭക്തന്മാരുടെ ജീവിതം, ഭക്തമതികളുടെ ജീവിതം തിരുവചന പ്രകാരം എടുത്തു നോക്കിയാൽ അവിടെ ഉണർവിന്റെ അനുഭവം ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ഹല്ലേലൂയ അതിന്റെ എൻഡ് ഓഫ് ദ ഡേ, ഫൈനലി അതിന്റെ അവസാന റിസൾട്ട്, ഫലം എന്ന് പറയുന്നത് ഒരു ഉയർപ്പിന്റെ ഹല്ലേലൂയ കർത്താവ് തരുന്ന ഒരു മാന്യതയുടെ സുദിനമാ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, രഹബോത്ത് മിനിസ്ട്രിയെ, ഈ മെസ്സേജ് ഒരു പക്ഷെ ഇവിടെ പൂർണ്ണമാകും കേട്ടോ. നിങ്ങൾ ഹല്ലേലൂയ ഉറപ്പുള്ളവരായിരിക്കുവീൻ, കുലുങ്ങാത്തവരായിരിക്കണം. ഹല്ലേലൂയ നാം ഉണരുന്നവരായിരിക്കണം. ഹല്ലേലൂയ ഏത് വേളയിലും നമുക്ക് എപ്പോഴും ഒരു ഉണർന്നിരിക്കുന്ന ഒരു സംഗതി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ കഴിവതും എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു യൗവന പ്രായം എത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഡെപ്ത് മനസ്സിലായ സന്ദർഭം മുതൽ ഞാൻ എപ്പോഴും എന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന് പറയാൻ സാധ്യമല്ലല്ലോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ചെയ്യുന്ന സംഗതികൾ ഹല്ലേലൂയ അനേകർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അത് വളരെ ഒരു സന്തോഷത്തിനും ഹല്ലേലൂയ അനുഗ്രഹത്തിനും ഹല്ലേലൂയ കാരണമായി തീരണമേ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയരെ, നാം എപ്പോഴും അങ്ങനെ ഒരു ഉണർവിന്റെ പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ കർത്താവ് ഏത് സമയം കർത്താവിന്റെ രണ്ടാമത്തെ ഹല്ലേലൂയ പ്രത്യക്ഷത എപ്പോഴെന്ന് ഹല്ലേലൂയ നാം അറിയുന്നില്ല. നാം എപ്പോഴും ഒരു ഹല്ലേലൂയ ഉണരുന്ന മനോഭാവത്തോടു കൂടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉയരുന്ന ദൈവകരത്തെ കാണുവാൻ സാധിക്കുള്ളൂ. ആരും നമുക്ക് വേണ്ടി
വേണ്ടി ഉണർന്നിരുന്നില്ലെങ്കിലും ഹല്ലേലൂയ ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം, മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉണർന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ നമ്മെ കരുതുവാൻ, നമ്മെ സ്നേഹിക്കുവാനായി ഹല്ലേലൂയ ഉണർന്നിരിപ്പുണ്ട്. അല്ലെ നാം പലപ്പോഴും നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ എപ്പോഴത്തെയും ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ നിഴലിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ എന്റെ ആത്മീയ തീവ്രതയുടെ അല്ലെങ്കിൽ ആ എരിവ് അവരിലില്ലല്ലോ, അവർ ആ ഒരു രീതിയിലേക്ക് എത്തുന്നില്ലല്ലോ. ചില പേരോടായി ദൈവാത്മാവ് പറയുകയാ, ഹല്ലേലൂയ നിങ്ങൾ ഇനി അവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയും നിങ്ങൾ ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ വരും ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ നിങ്ങൾ ഇടയായി തീരും. ഹല്ലേലൂയ വെറും കേവലം ഒരു സന്ദേശം കേൾക്കുന്നത് പോലെ ഇരിക്കുവാനല്ല, അതിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പകരുവാൻ നമുക്ക് കഴിയണം. ആ കരുതലോടെ ആ കന്യകമാര് പോയതുപോലെ ആ കരുതലോടെ ആയിരിക്കാൻ ചില സംഗതികളെ ഈ യാത്രയ്ക്ക് വേണ്ടി കരുതലോടെ നമ്മുടെ കൈവശം സൂക്ഷിച്ചു വെക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. എന്റെ കർത്താവേ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഞാൻ പല കാര്യങ്ങളും ഹല്ലേലൂയ ഉണരാതെ ഇരുന്നിട്ടുണ്ട് കർത്താവ്. ഇത് ആക്ഷരികമായിട്ടുള്ള ഉറക്കത്തെയല്ല ഞാൻ ഇവിടെ പറയുന്നത്. പല വിഷയങ്ങളിലും ഞാൻ ഉണരാതെ ഇരുന്നിട്ടുണ്ട്, ഉത്സാഹം കാണിക്കാതെ ഇരുന്നിട്ടുണ്ട്, താല്പര്യം കാണിക്കാതിരുന്നിട്ടുണ്ട്, നിസ്സാരവൽക്കരിച്ച് കണ്ടിട്ടുണ്ട്. പല സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ എന്നോടല്ലല്ലോ എന്ന് വിചാരിച്ചോടെ ആ വിചാരത്തോടെ ആയിരുന്നിട്ടുണ്ട്. ഹല്ലേലൂയ കർത്താവേ, എന്നിൽ നിന്ന് അങ്ങനെയുള്ള ചിന്താഗതികളെ അങ്ങ് എടുത്തു മാറ്റുമാറാകണമേ. ഹല്ലേലൂയ ഒരു ഒരുക്കത്തിന്റെ ഒരു പുതിയ റെഡിനെസ്, ഒരു പുതിയ ഒരുക്കം എന്നിലേക്ക് നൽകണമേ. ഒരു പുതിയ ഉണർവിന്റെ അനുഭവം എന്നിലേക്ക് നരണമേ. എന്നിലൂടെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, എന്റെ തുണയിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ അവരിലേക്കൊക്കെ അല്ല, എന്റെ സഭയിലേക്ക്, എന്റെ കൂട്ടുവിശ്വാസിയിലേക്ക്, തളർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് എന്നിലൂടെ അത് ആശ്വാസം പകരുന്ന രീതിയിൽ അത് ആയിത്തീരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രിയരെ, ഹാലിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. റഗാരക ശന്തർ ഗമനഘടകെ രന്തി രകശേരെ ലഗനഘടക പിശാച് ഹാലയിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് പരതി നടക്കുമ്പോൾ എപ്പോഴും അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല നമ്മൾ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കണം. പ്രതികൂലങ്ങൾ ഹാലയിൽ കാറ്റും ഹാലയിലു വെള്ളത്തിന്റെ കോപം രോക്ഷമാകുമ്പോൾ നാം ഹാലയിലൂയ തളർന്നിരിക്കാതെ നാം ദൈവത്തെ ഉണർത്തണം. നാം കർത്താവിനെ ഉണർത്തുന്നവരായി തീരണം. റഗാനഘടക ശേരി റഗൽഘെ അസ്ഥി റഗാനഘടകെ നാം വിചാരിക്കുന്നത് പോലെ സ്മൂത്ത് ആയിട്ടുള്ള ഗോയിങ് അല്ല കേട്ടോ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുദിനവും എന്തെല്ലാം സംഭവിക്കുമെന്നോ നമുക്ക് ആരാലും പ്രവചിക്കുവാൻ സാധ്യമല്ല, മുൻവിധിക്കുവാനും സാധ്യമല്ല. ആകയാൽ പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും ഉണർന്നിരുന്ന കർത്തൃനാമത്തിനു വേണ്ടി ഉത്സാഹമുള്ളവരായിരിക്കുകയും അതുപോലെ തന്നെ നാം ദൈവവേലയ്ക്ക് ഉത്സാഹമുള്ളവരായിരിക്കുമ്പോൾ തന്നെ നമ്മെ ഓർത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും ഹല്ലേലൂയ ഇനി വരാൻ പോകുന്ന ജനറേഷൻസിനെ ഓർത്തും അതുപോലെ ദേശത്തെ ഓർത്തും നമ്മുടെ രാജ്യത്തെ ഓർത്തും എല്ലാം വിവിധ സ്റ്റേറ്റുകളെ ഓർത്തെല്ലാം ഈ ഒരു ഉണർവും ഉത്സാഹവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്റെ നാട് ഞാൻ അധിവസിക്കുന്ന ദേശം അല്ല അതിന്റെ അപ്പുറത്ത് ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. ദൈവാത്മ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, പ്രാർത്ഥനയുടെ അതിർവരമ്പുകൾ കൂട്ടണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ ചില കാര്യങ്ങൾ വരെ ഒരു ബൗണ്ടറി ഇട്ട് ഇന്ന കാര്യാദികൾ വരെയുള്ള പ്രാർത്ഥന അല്ല. നമ്മുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് അനേക വിഷയങ്ങളെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ വ്യാപ്തം വർദ്ധിപ്പിക്കണമെന്ന് ദൈവാത്മാവ് ഹല്ലേലൂയ പൊതുവായി ആലോചന അറിയിക്കുക. ഹസ്തേ ലഗ ശാന്തർ ഗമന ഘടക രാജനേ ഘടക വൈഡേ രഗശായ ലഗാന ഘടക ഹസ്തി റഗന ഘടകം ശാന്തരി ജഗാനി ഹസ്തേ ലഗന ഘടക ഹസ്തേ രഗശ്യരെ ഉത്സാഹത്തോടെ ഉണർവോടെ ഇരിക്കുവാൻ പറയുമ്പോൾ ഉദാസീനരായി പോയെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് പ്രിയ മക്കളെ, ഏത് വേളയിലും എപ്പോഴും ജാഗരൂകമായി ഇരിക്കുവാൻ നാം ശ്രദ്ധാലുക്കളാകണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി ഓർപ്പിക്കുക. സാഹചര്യം പ്രതികൂലമായിക്കോട്ടെ, അലകൾ തിരകൾ തിരമാലകൾ എത്രയധികമായി ഉണർന്നുകൊണ്ടേ തിരുവചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുമ്പോഴും ആത്മീയ വേലയ്ക്ക് ചുമൽ കൊടുക്കുമ്പോഴും നേതൃത്വം കൊടുക്കുമ്പോഴും ആ കാര്യാദികൾക്ക്
ഒരു എരിവ് കാണിക്കുമ്പോഴും പരിഹസിക്കുന്ന കൂട്ടം ഉണ്ടായിക്കോട്ടെന്നേ, പരിഹസിക്കാൻ ആളുകൾ ഏറെ ഉണ്ടായിക്കോട്ടെന്നേ, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ആത്മാർത്ഥമായി കർത്തൃ സന്നിധിയിൽ ദൈവത്തെ പകരുമെങ്കിൽ ഹന്നയെ പോലെ ഹല്ലേലൂയ പരിഹസിച്ചവരും നിന്ദിച്ചവരും കാണുന്ന ദൈവപ്രവർത്തികൾ അതിന് വിദൂരമല്ലെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക. ശാന്തർ ഗമനഘടക രാജി ലഗാനഘടക രണ്ടു ഗമനഘടക അവരുടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ദൈവപ്രവർത്തി കണ്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് വൈകുന്നു എന്ന് ചിന്തിച്ചിരിക്കാതെ സ്വയം വിലയിരുത്തുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുക. റഗ രഗ ശാന്തർ ഗമന രഗാനഘടകി രന്തഘടകി ഹത്തരെ രഗശേര ലഗാർ ഗേരം വൈഡം പ്രൗഢ രഗശേരെ ഉയർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തി ഹാലിലെ അനുഗ്രഹങ്ങളെ ലഭിക്കുന്ന സന്ദർഭത്തിന്റെ സന്തോഷവും അതിൽ നിന്നുള്ള ഗുണങ്ങളും ഹാലിൽ ഏറെ അത് ശത്രുവിന് നല്ലതുപോലെ അറിയാം. എന്നാൽ ആ ഘട്ടത്തിലേക്ക് എത്തുവാൻ ഹാലിൽ വളരെ പ്രയാസമുണ്ട്. കാണുമ്പോൾ ഹാലിൽ ചിന്തിക്കും, എന്നെ ഇങ്ങനെ ഒരു ഇത് കാണിക്കുക, ഒരു വലിയ ഒരു കുന്ന്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? അതോ കുറച്ചു പേര് പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു വലിയ കുന്ന്, ആ കുന്നിനകത്ത് ആ കുന്നിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു സ്ലൈൻഡിങ് ലൈൻ, ഒരു ചെരിഞ്ഞ വര പോലെ അല്ലെങ്കിൽ ഒരു കുന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുകയാ. അവിടെ ആ കുന്നിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരു സംഗതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ എളുപ്പം, ആ കുന്ന് ജസ്റ്റ് ഒന്ന് കേറിയാൽ മതി, ആ ടോപ്പിൽ ഇരിക്കുന്ന ആ തിളങ്ങുന്ന വസ്തുത അതെടുക്കുവാൻ സാധിക്കുമെന്ന് ആ വ്യക്തി ചിന്തിക്കുക. പക്ഷേ എന്നെ കാണിക്കുന്നത് ഇങ്ങനെയാ, ആ കാഴ്ചയിലേ ഉള്ളൂ ആ കുന്നിങ്ങനെ സ്ട്രെയിറ്റ് ആണ്, അങ്ങനെ നേരെ കയറി ചെല്ലാൻ പറ്റും, വേറെ വഴി ദുർഘടമൊന്നുമല്ല എന്ന് കാഴ്ചയിലേ തോന്നുന്നുള്ളൂ. പക്ഷേ അതിലേക്ക് നടന്നടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ കല്ലുകളുണ്ട്, ചരൽ കല്ലുകളുണ്ട്, ഉരുളൻ കല്ലുകളുണ്ട്, അല്ലെങ്കിൽ കുഴികളുണ്ട്, പലതരത്തിലുള്ള അവിടെ മുമ്പ് കാണാത്ത പല സംഗതികൾ ആ യാത്രക്കകത്ത് ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. പ്രിയരെ, ഹാലയിലെ പല കുഞ്ഞുങ്ങളോടും പല യൗവനക്കാരോടുമായിട്ടുള്ള ഒരു വലിയ അലർട്ട് കൂടി ഈ ഭാഗം ഹാലയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നു. അത് വേഗത്തിലെത്തുവാൻ കഴിയും. അല്ല, അതിനകത്ത് കുറച്ച് പ്രതിബന്ധങ്ങളെ താണ്ടേണ്ടിയിരിക്കുന്നു, ചില പ്രതികൂലങ്ങളെ താണ്ടേണ്ടിയിരിക്കുന്നു. ഇതിനെ ജയിച്ചേ മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയുടെ അനിവാര്യമാണ്. അത് ഓർത്തുകൊള്ളു. പലരാലും പല ദൈവദാസന്മാരാലും ഒക്കെ അല്ലെങ്കിൽ മാതാപിതാക്കളാലും ഒക്കെ പലപ്പോഴും ആലോചന കേൾക്കുന്നുണ്ട് ഹാലയില്. പക്ഷെ അതെപ്പോഴും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്ന് രാത്രി അതിനെയൊക്കെ മാറ്റണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ എന്നാ കേൾക്കുന്നേ? നാളെ ഒരു സന്ദർഭത്തിൽ ഇതിലല്ലേ, അതിന്റെ യൂട്യൂബ് ആണോ ലൈവാണോ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവാത്മാവ് പറയും, നിങ്ങൾ എന്നാണോ ഈ മെസ്സേജ് കേൾക്കുന്നേ ആ സമയത്ത് ഈ ആലോചനയെ ഹൃദയത്തിൽ സംഹരിച്ചു കൊള്ളുവീർ. ഏത് സംഗതിയും ഉയരത്തിലുള്ളത് എത്തിപ്പിടിക്കാൻ കുറച്ച് പ്രയാസഘട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ യൗവനത്തിൽ ഈ തീഷ്ണതയിൽ ഈ രക്തത്തിന്റെ തളപ്പിൽ നിങ്ങൾക്ക് തോന്നാം ഇത് സംഗതി ഈസിയാ, ഇത് എളുപ്പമാ, ഇതെന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. അല്ല അല്ല, ദൈവാത്മാവ് ചില യൗവനക്കാരോടായി പറയുന്നു, ദുർഘടങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. അലർട്ടായി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഉയരത്തുള്ളത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാ. അത് പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്തെടുക്കണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥന എന്ന വാൾ കയ്യിലുണ്ടായിരിക്കണം. ഉറവശാന്തർ ഗമനഘടകെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണമേ. നമ്മുടെ മെസ്സേജ് ഇപ്പൊ തീരുമല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ദൈവാത്മാവിന് ചില സംഗതികളെ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ ഹൃദയങ്ങൾ പലരും പകരുന്നില്ല എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇതൊരു ആത്മീയ കൂട്ടായ്മയാ. ഇവിടെ ആയിരിക്കുന്ന കുറഞ്ഞ സമയം ആയിരിക്കുന്ന നമുക്ക് അനുഗ്രഹമെന്ന് ചിന്തിച്ചു വേണം നാം ആയിരിക്കാനെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക. അത്തം രഗ ശാന്തർ ഗമനഘടകി രാജയെ ലഗാനഘടകി രന്തി രാജശേരെ ലഗൻ ഭാര രഗശേര. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളോ ഇപ്പോഴുള്ള സാഹചര്യങ്ങളോ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ഉണർന്നിരിക്കേണ്ട അവസ്ഥക്കകത്ത് നിന്ന് വ്യതിചലിച്ചു പോയാൽ ഫലം അതിന്റെ നാശം നമുക്ക് തന്നെ എന്ന് ഓർക്കുകയെന്ന് ദൈവാത്മാവിന് രാത്രികാല വചനത്തിലൂടെ തന്നെ സംസാരിക്കുക. ഹത്തേ റഗാനി ഘടകി രണ്ടർ ഗേലി ഹത്താ രഗ
ഷേരെ ലഗനഘടക പ്രൗഢേ റീബ ലഭശാന്തരെ. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് ഓർക്കാൻ ദൈവാത്മാവ് പറയുക. ഒരു സൈഡ് മാത്രം എപ്പോഴും നാം കാണുന്നു, അത് നല്ലതെന്ന് കാണുന്നു, എന്നാൽ അതിന്റെ മറു സൈഡ് നാം ഒന്ന് പഠിക്കണം, നാം ഒന്ന് ചിന്തിക്കണം, അതും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഹല്ലേലൂയ എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ഓർപ്പിക്കുകയാ. രഗനി രാജരംഗലം വൈഡരം റീബക്ഷേരെ ലഗനഘടകെ അത്തേ രഗനഘടക രാജക്ഷേരെ. ഒരു വൈരം പോലെ തിളങ്ങേണ്ട സംഗതികൾ പലതിനെയും ഹല്ലേലൂയ അതിനകത്ത് ഒരു വൈരക്കല്ല്, അതിനകത്ത് എങ്ങനെ ചെളി പുരണ്ടാൽ, ചേറ് പുരണ്ടാൽ, അല്ലെങ്കിൽ സ്മെല്ല് വരുന്ന അത്രയും ചെളി അതിനകത്ത് പുരണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു കല്ല് ദൈവാത്മാവിനെ കാണിക്കുന്ന എങ്ങനെയാ? ഒരു വൈരക്കല്ല്. അങ്ങനെ പലതിനെയും കൃപയിലേക്ക് വരണ്ട, തീഷ്ണതയിലേക്ക് കത്തി ജ്വലിക്കേണ്ട ഹല്ലേലൂയ ആത്മകൃപയിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഹല്ലേലൂയ തിരഞ്ഞെടുപ്പോടെ തന്നെ അധ്വാനിക്കേണ്ട ചിലത്, ഹല്ലേലൂയ ചില ആത്മീക കൃപകളെ പ്രാപിക്കേണ്ട ചിലത്, വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ട ചിലതിനെ ഹല്ലേലൂയ ആ വൈരക്കല്ല് അതിന്റെ ഗുണം എന്തെന്ന് പോലും അറിയാതെ കേവലം ഒരു ചെളിക്കുണ്ടിനകത്ത് അകപ്പെട്ടതുപോലെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, യൗവന ജീവിതങ്ങൾ ഉണ്ടെന്ന് ദൈവാത്മാവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മിനിസ്ട്രിയോട് ആഹ്വാനം ചെയ്യുകയാ. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ചിലതിനെ ഒന്ന് ഉണർത്തുവാൻ പാകത്തിൽ ഒന്ന് ഹല്ലേലൂയ പ്രിയ ആന്റി ദൈവാത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ഹല്ലേലൂയ ഒന്നിനെ ഉണർത്തുവാൻ പാകത്തിലുള്ള ഒന്ന് തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് ഒരു പക്ഷേ ഒരു സന്ദേശം തയ്യാറാക്കലോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു കളമൊരുക്കലോ ഹല്ലേലൂയ എന്തുമാകാം. അതിനെ ആത്മാവിൽ വ്യാഖ്യാനിച്ചോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രിയ ജിസിയാന്റിയോട് ആലോചന കൈമാറുകയാ. റഗനി ജാന റന്തൽ ഗമനഘടകി അസ്ഥി റഗാനഘടക വൈഡേ രാഗ ഷേറെ റഗനഘടക. മിനിക്ക് വന്നാൽ ഗുണമാ, മിനിക്ക് വന്നാൽ ഇവൻ ഹാലിൽ ചെളിയിലല്ല, ഇനി മിനുക്കിയെടുത്താൽ ഇവൻ ഇനി ചെളിക്കുണ്ടിലല്ല, മിനുക്കിയെടുത്തു കഴിഞ്ഞാൽ ഇവൻ ഹല്ലേലൂയ ഇനി ഈ കൂട്ടത്തിനകത്ത് തന്നെ പോകുമെന്ന് അറിയാവുന്ന പിശാച് നാളുകളായി അവനെ അതിനകത്ത് തന്നെ ഹാലിലു ചെളി പൂശിക്കൊണ്ട് ഹാലിലു ഒറിജിനൽ അല്ല പൂശിയതുപോലെ ഹാലിൽ അവനെ തന്നെ അത് ധരിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള ചില യൗവന ജീവിതങ്ങളെ ഹാലിലൂയ വലയിട്ട് പിടിക്കണം. റബാൽ ഘേന ഹസ്തം രഗനഘടക ശന്തർ ഗമാനിഘടക രന്തി ജാന രഗൽഖേ ഹസ്തരാ ജഗൽഖേര വൈഡാ ഋഗമനഘടക ശന്തർ ഗമനഘടക. യേശുവിന്റെ നാമത്തിൽ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഒരു ഉണർവ് യൗവനക്കാരനിടെ സംഭവിക്കട്ടെ. തന്റെ ഗുണം, തന്നിലുള്ള കഴിവ്, തന്റെ അഭിഷേകം, തന്നെ കുറിച്ചുള്ള ദൈവപ്രവൃത്തി ഒന്ന് തിരിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ 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 ആമേൻ. ഉറബറവലവ ശാന്തരഗമന റീബാരക ശാന്തർ ഗമനഘടക രന്ധരി ജഗാരഘടകെ. ചിലരെ എനിക്ക് കാണിക്കുന്നത് ഇങ്ങനെയാ. ചിലര് വെളിച്ചത്ത് വരാൻ പേടിയാ, മറഞ്ഞിരിക്കുകയാ, ഒളിഞ്ഞൊളിഞ്ഞു പോകുക. കാരണം വന്നാൽ രക്ഷപ്പെടും, വന്നാൽ ഉണർവ് പ്രാപിക്കും, വന്നാൽ രീതി മാറും. ഇതറിയാം, സ്വയം വരാനും താല്പര്യമില്ല, പിശാചിന്റെ അടിമത്തത്തിലും കിടക്കുക. ഇങ്ങനെയുള്ള ചില സംഗതികൾ ദൈവാത്മാവിനെ അറിയിക്കുന്നു. അതിനെ ഉണർന്ന് പ്രാർത്ഥിക്കണം. അതിനെ ഇതിനകത്ത് ദൈവം കൊണ്ടുവരും. ഇതിനകത്ത് യൂത്തിനെ, പ്രത്യേകിച്ചും യൗവനക്കാരെ ഇതിനകത്ത് അധികമായി. പ്രിയദാസിയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഒന്നാണ് ഇതെന്ന് ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു. അതിൽ അനേക യൗവനക്കാരെ, അത് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് എരിവോടെ, ചുമ്മാതല്ല കേട്ടോ, ആത്മീയ എരിവുള്ള ചിലതിനെ ഇതിനകത്ത് ഹാലിൽ തരും. ചിലതിനെ കുടുക്കിട്ട് പിടിച്ചതുപോലെ. യോനയെ പിടിച്ചില്ലേ, എങ്ങോട്ട് പോകാൻ പറഞ്ഞു? നിനവയിലേക്ക് പോ. നീ നിനവയ്ക്ക് സന്ദേശം അയക്കാൻ പറഞ്ഞപ്പോൾ, എന്റെ സമയം കഴിയുന്നുവല്ലോ, സോറി, ഹാലി നിനവയിലേക്ക് സന്ദേശം അയക്കാൻ പറഞ്ഞപ്പോൾ പോയി തർസീസിൽ പോയി കുടുക്കിട്ട് പിടിച്ചതുപോലെ ചില ഹല്ലേലൂയ എണ്ണങ്ങളെ പിടിച്ച് സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് ആക്കി വെക്കുമെന്ന്. ഒരു മലയിൽ മീനിനെ എങ്ങനെ പിടിക്കുന്നുവോ അതുപോലെ പിടിച്ച് ആക്കി വെക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന നാളുകളെ ഈ വിഷയത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ദൈവദാസിയോടും ദൈവദാസിമാരോടും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയും ആമേനാമേനാമേ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ആമേനാമേനാമേ. അതുകൊണ്ട് നമ്മെ ഹല്ലേലൂയ നമ്മെ
നാം ആദ്യം ഉണരണം. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്. പ്രിയ ഹല്ലേലൂയ ദൈവജനമേ, ഹല്ലേലൂയ, അത് എന്നെക്കാളും ബൈബിളിന്റെ ജ്ഞാനവും എല്ലാം ഹല്ലേലൂയ അതിൽ ഒത്തിരി പരിചയസമ്പന്നരായ എല്ലാവരും ഇതിനകത്തുണ്ടല്ലോ. ആ ഒരു ആത്മീയ ബഹുമാനത്തോടെ സ്നേഹത്തോടെ തന്നെ ഞാനൊന്ന് അവതരിപ്പിക്കട്ടെ. നമ്മെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്. ഉണരുവാൻ റെഡിയാണെങ്കിൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ആ പ്രഭുക്കന്മാരോടുകൂടെ, അതെ, ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സാഹചര്യമൊക്കെ വിപരീതമായിരിക്കാം, എന്നാൽ ആത്യന്തികമായി അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അതിനുവേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എല്ലാ വഴികളെ ഒരുക്കി തരും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല പിതാവേ, നല്ല വേളയ്ക്കായി നന്ദി. അല്പനേരം കർത്താവിന്റെ വചനവുമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഉണരുവാനും ഉണരുന്ന ദൈവത്തിന്റെ കരത്തെ കാണുവാനും അപ്പോൾ തന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാനും ഇന്ന് പകലൊന്നുകൂടി ഞങ്ങളെ അതിനായി ഒരുക്കിയതിനായി നന്ദി പറയുന്ന അടിയെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കേൾക്കപ്പെട്ട എല്ലാ ചെവികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. 30, 60, 100 മേനിയായി കർത്താവിന്റെ രാജ്യത്തിന്റെ വിശ്രുതിക്ക് വേണ്ടി ഫലം കഴിക്കുവാൻ ആ ദൈവവചനത്തെ സ്വർഗത്തിലെ ദൈവോടുന്ന് ഇടയാക്കുമാറാകണമേ. പ്രാർത്ഥന കേൾക്കണം, അങ്ങനെ അനുവദിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.